വളരെ പേഴ്സണലായ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഞാനൊരു കഥ എഴുതാൻ ആഗ്രഹിച്ചാൽ എൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെങ്ങനെ എഴുതാതിരിക്കാം എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ അറിയപ്പെടണം എന്ന നിലയ്ക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയാണ്. എന്തെങ്കിലും അവശേഷിപ്പിക്കണം എന്നൊരാഗ്രഹമുള്ള ആളെ മാത്രമാണ് ഈ പ്രശ്നം അലട്ടുന്നത്. എഴുത്തുകാരനാകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നേ. അത് ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്ന ഒരാഗ്രഹം. പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുമ്പം ഒരു മിലിറ്ററി ടൈമാണ്, സർജിക്കൽ സ്ട്രൈക്കും ഒരു മിലിറ്ററി ടൈം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ സൈനികമല്ല. ഈ രണ്ടു പേരും ഇട്ടത് ഞാനല്ല, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് എഴുത്തിൻ്റെ മേഖലയാണ്. മാധ്യമങ്ങൾ പൂർണ്ണമായും പിണറായി വിജയനെ വില്ലനായി ചിത്രീകരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ കേരളം 10 വർഷം പിണറായി വിജയന് ഭരിക്കാനായിട്ട് അവസരം കൊടുത്തു എന്നുള്ളതുണ്ട്. അപ്പോൾ മാധ്യമങ്ങളാണോ വിജയിച്ചത്, പിണറായി വിജയനാണോ വിജയിച്ചത്, അതോ പൊതുസമൂഹമാണോ വിജയിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. പ്രസിഡന്റ് ഹിംസെൽഫ് സംസാരിക്കുന്ന ഒരാളെയാണ് അരമണിക്കൂർ മുമ്പ് അയാൾ ഒരു ഇൻവിറ്റേഷൻ്റെ പേരിൽ എഴുന്നേപ്പിച്ചു വിട്ടത്. ഞാൻ ചെയ്യാതിരുന്ന 500ഓളം സിനിമകളാണ് മലയാളത്തിൽ ഞാൻ ചെയ്ത സംഭാവന എന്ന് പറയുന്നത്. എനിക്ക് എഴുതപ്പെടാതെ പോയ കഥകൾ ഒരുപാടുണ്ടാവും. ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് മാപ്പ് പറയാം. നമ്മൾ ചെയ്തൊരു പ്രവൃത്തി അതിനകത്ത് നമ്മൾ എക്സൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മുടെ എപ്പോഴും അലട്ടുന്നൊരു പ്രശ്നം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ സജീവ സാന്നിധ്യമായ വ്യക്തിത്വം. വാർത്തകളെ കേവലമായ റിപ്പോർട്ടിങ്ങുകളായല്ല, ആഴത്തിലുള്ള വിശകലനങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ, ഒപ്പം എഴുത്തുകാരൻ എന്ന സർഗാത്മക ജീവിതത്തിൻ്റെ ഉടമ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ മാഡിസത്തിൻ്റെ ഈ ലിറ്റ് ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോബേഷ്. വേണു ബാലകൃഷ്ണൻ, ഉണ്ണി ബാലകൃഷ്ണൻ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരാണ്. സൂക്ഷ്മമായി നോക്കിയാൽ ഒരേ അഭിരുചിയോടുകൂടി രണ്ടുപേരും എഴുത്തുകാരാണ്, രണ്ടുപേരും മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്, വലിയ മേൽവിലാസമുള്ളവരാണ്. എങ്ങനെയാണ് ഇങ്ങനെ? വളരെ പേഴ്സണലായൊരു ക്വസ്റ്റ്യനാണ്. വേണു ഞങ്ങൾ 2 മക്കൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു അഭിരുചിയെ രൂപപ്പെടുത്തുന്നതിനകത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിനൊരു വലിയ റോളുണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, എൻ്റെ അമ്മാവൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബാസുരേന്ദ്ര ബാബു എന്നാണ്. അദ്ദേഹം മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ബാസുരേന്ദ്ര ബാബു നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ ഉണ്ടായിരുന്നയാളാണ്. ഞങ്ങളുടെ വീട് ആലപ്പുഴയാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വന്നു പോകുന്നൊരു വീടായിരുന്നു എൻ്റെ വീടെന്ന് പറയുന്നത്. ചിലരൊക്കെ ഒളിവിലിരുന്നിട്ടുള്ളൊരു വീട് പോലുമാണ്. കെ വേണുവിനെ എപ്പോഴൊരാൾ ഒളിവിലിരുന്നിട്ടുള്ള വീടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തന്നെ, എൻ്റെയും വേണുവിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് മുതിർന്ന ഈ മനുഷ്യരുമൊക്കെ ആയിട്ടായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സൗഹൃദം ഉണ്ടായിരുന്നു എന്നല്ല, അവർ വരികയും വാത്സല്യത്തോടുകൂടി പെരുമാറുകയും കുറച്ചൊക്കെ ലാളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നു പോയിട്ടുള്ളൊരു വീടാണ് എൻ്റെത്. ഇപ്പോൾ സച്ചിദാനന്ദനായാലും, ശങ്കരപ്പിള്ളയായാലും, ബി രാജീവൻ സാറായാലും, സാവിത്രി ആയാലും, അങ്ങനെ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ വന്നു പോകുന്നു. ഈ അമ്മാവിൻ്റെ ഒരു ബന്ധവുമായിട്ട് പിന്നെ അങ്ങനെ അവരൊക്കെ വന്നു പോയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കാണുന്നത് ഇത്തരം മനുഷ്യരെയാണ്. പിന്നെ എൻ്റെ അമ്മാവൻ താമസിച്ചിരുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അപ്പോൾ ഒരു ഏറ്റവും വലിയ പിൽക്കാലത്തൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ വലിയ തമാശയായിട്ട് തോന്നിയിട്ടുള്ള, നമ്മൾ ആദ്യമൊക്കെ വായിച്ചു തുടങ്ങുന്നത് ഈ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്നൊക്കെയുള്ള പുസ്തകമാണ്. അപ്പം അത്തരം പുസ്തകങ്ങൾ അന്ന് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. മനഃപൂർവ്വമായി നമ്മളങ്ങനെ വായിക്കുകയല്ല, മറിച്ച് അച്ഛൻ പിന്നെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അച്ഛൻ ആർമി സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ 20 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ പിന്നെ ISROയിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ആലപ്പുഴക്കാരാണെങ്കിലും പിൽക്കാലത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അച്ഛൻ ISROയിൽ ജോലി കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ വായന താല്പര്യമൊക്കെയുള്ള ആളായിരുന്നു അച്ഛൻ. അങ്ങനെ ഒരു വായനക്കാരനായിരുന്നില്ല, മറിച്ച് ഈ അമ്മാവൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു വായനയൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അമ്മാവനാണ് വായനയെ വീട്ടിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടാവുകയും പിന്നീട് കോളേജിലേക്കൊക്കെ വരുമ്പം നമ്മളറിയാതെ തന്നെ ഇവരുടെ ഈ രാഷ്ട്രീയമൊക്കെ നമ്മളെ സ്വാധീനിക്കുമല്ലോ. ഞാൻ പറയുന്നത് നക്സലൈറ്റ് രാഷ്ട്രീയം സ്വാധീനിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണെന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്നും ഒക്കെ ഒരു തോന്നൽ നമ്മൾ അറിയാതെ തന്നെ രൂപപ്പെട്ടു വരും നമുക്ക്. അപ്പോൾ അത് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എൻ്റെലും വേണുവിലൊക്കെ. ഇപ്പം
അതുകൊണ്ട് ഞങ്ങൾ ഈ പിന്നെ എന്താ പറയുക കവിതകൾ കേൾക്കുന്ന കുട്ടിക്കാലം. ഇപ്പോൾ നാടുഗദ്ദിക എന്ന് പറയുന്ന നാടകമുണ്ടല്ലോ, KJ ബേബിയുടെ നാടുഗദ്ദിക നാടകമൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിനകത്തൊക്കെ പിന്നെ വലിയ മുൻകൈയായിരുന്നു ബാബുവൊക്കെ എടുത്തിരുന്നത്. അതുപോലെ തന്നെ PJ ആൻ്റണിയുടെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്, സ്പാർട്ടക്കസ് പോലുള്ള നാടകങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളൂ ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനും വേണുവൊക്കെ ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരേ സമയം ഒരു സർഗാത്മകമായ സാഹിത്യമൊക്കെ ചേർന്ന് വന്ന രണ്ടുപേരും എഴുത്തുകാരായി, രണ്ടുപേരും മാധ്യമ പ്രവർത്തകരുമാകുന്നു. അതെ, അതങ്ങനെ ഒരേ അഭിരുചിയിൽ എനിക്കത് ഫീൽ ചെയ്യുന്നത് സാറോട് സംസാരിക്കുമ്പോഴേ സന്ദേശം എന്ന സിനിമ ഓർമ്മ വരുന്നു. രണ്ട് ആൺകുട്ടികൾ, നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അച്ഛൻ, ആ സിനിമയൊക്കെ പോലെ തന്നെ വീട്ടിലിങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ അവതരിപ്പിക്കുന്ന വാർത്തകൾ, വിശകലനങ്ങൾ, അതൊക്കെ ബന്ധപ്പെട്ട തർക്കങ്ങൾ, ആ രീതിയിലല്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഈ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായിട്ട് നടക്കും. അപ്പം ആ അർത്ഥത്തിലൊക്കെ ഈ പറഞ്ഞ ഒരു വളരെ ബൗദ്ധിക അന്തരീക്ഷമുള്ളൊരു വീടൊന്നും ആയിരുന്നില്ല എൻ്റെ വീടെന്ന് പറയുന്നത്. അങ്ങനെ അല്ലല്ലോ ഒരു സാധാരണ വീടെന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ പിന്നെ സംസാര വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ടും വരിക സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള യോജിപ്പുകളും ഉണ്ടായിട്ടുണ്ട്, വിയോജിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അത്തരം നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എഴുത്തുകാരാണ് രണ്ടുപേരും എന്നുള്ളതിനകത്ത് ഇപ്പോൾ സാറിൻ്റെ കഥകളുടെ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ സാർ എഴുതിയ ഒരു കാര്യമുണ്ട്. അതായത് ബുദ്ധിയും പ്രതിഭയും ഒന്നിച്ചു ചേരുന്ന ഒരു സർഗാത്മക പ്രവൃത്തിയാണ് എഴുത്ത്, അതുകൊണ്ട് തന്നെ എനിക്കതിനോട് വലിയ ഭയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ബുദ്ധി ഉള്ള ആളാണ് എന്ന് ഉറപ്പാണ്. കാരണം പ്രായമാകുന്നില്ല ഞാൻ എന്ന പുസ്തകം സയൻസൊക്കെ ചേർത്ത് വെച്ച് ഒരു വലിയ ബൃഹത് ഗ്രന്ഥമാണ് മലയാളത്തിലെ. നമ്മുടെ തലപ്പാവ് എന്ന പുസ്തകവും വൈജ്ഞാനിക ഗ്രന്ഥമാണ്. ഇത്രയും വലിയ 2 ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഒപ്പം തന്നെ നമ്മൾ പ്രതിഭയുടെ കാര്യം എടുത്താൽ ചെറിയ പ്രായത്തിലെ കവിതകൾ എഴുതി വരുന്നു. 25 കൊല്ലത്തിനിടയിൽ പ്രസിദ്ധീകരിച്ച മികച്ച 11 കഥകൾ, അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട വാരികളിലാണ് വന്നത്. ഇപ്പോൾ അവസാനം മരങ്ങളായി നിന്നതും എൻ്റെ കയ്യിലുള്ള ഈ നോവൽ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു വലിയ എഴുത്തുകാരനായി തീരാനുള്ള, ഈ കഥകളിലൂടെയും കവിതകളിലൂടെയും നോവലിലൂടെയും ഒക്കെ പോയാൽ ഒരു വലിയ എഴുത്തുകാരനായി തീരാനുള്ള ഒരാളുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എഴുത്തുകാരനായി തീരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നു. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് മാറുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് എഴുത്തിൽ ഇത്രയും പിശുക്ക് കാണിച്ചത്? എഴുത്തിനോടുള്ള ഈ ഭയമുള്ളത് കൊണ്ടാണ്. ഈ പ്രായമാകുന്നില്ല ഞാൻ, നമ്മുടെ തലപ്പാവ്, രണ്ടും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കണക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ പുസ്തകങ്ങൾ എഴുതുന്നതിന് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കേണ്ടത് ബുദ്ധി തന്നെയാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. കാരണം നിങ്ങളത് നന്നായി റിസർച്ച് ചെയ്യുക, കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുക, നന്നായി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം അത് കഴിയുന്നത്ര ലളിതമായി ആവിഷ്കരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിപരമായ പ്രവൃത്തിയാണ്. അതൊട്ടും ചലഞ്ചിങ് അല്ല. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനകത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പ്രായമാകുന്നില്ല, അത് മതി, അതിനകത്തൊരു അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഏതാണ്ട് ഒരു 3 വർഷം കൊണ്ടാണ് എഴുതി തീർക്കുന്നത്. ഏതാണ്ട് ഒരു 750 പേജുള്ളൊരു, താങ്കൾ പറഞ്ഞ കണക്കൊരു ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിനകത്ത് നമ്മൾ പിന്നെ പറയാത്ത ഒരുപക്ഷെ ഒരു വൈജ്ഞാനിക മേഖലയും ഉണ്ടാവില്ല. എല്ലാ മേഖലകളിലൂടെയും കടന്നു പോയിട്ടുള്ളൊരു പുസ്തകമാണ്. പക്ഷെ ഞാനത് നടത്തിയത് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ട് മനുഷ്യർ പ്രായമാകുന്നു എന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മനുഷ്യൻ്റെ ഈ സമൃദ്ധിയും സമ്പത്തും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ നിമിഷവും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആയുഷ്കാലം വർദ്ധിപ്പിച്ചേ മതിയാകൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗവേഷണം വലിയ രീതിയിൽ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഏജിങ് എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി ലോകം പിന്നെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കുന്നതുകൊണ്ട് വാട്ട് ഈസ് ഏജിങ്, എന്തുകൊണ്ട് പ്രായമാകുന്നു, എന്താണ് പ്രായം, അതിന് നമുക്ക് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം, അതിന് നമുക്ക് എങ്ങനെ എന്താ പറയുക അറസ്റ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൗതുകരമായിട്ട് ഞാനും ഒരു അന്വേഷണം ആരംഭിക്കുകയും അതിനെ പലതരത്തിലുള്ള മേഖലകൾ, ഈ വൈജ്ഞാനിക മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്രായമാകുന്നില്ല ഞാൻ എന്ന പുസ്തകം എഴുതുമ്പോൾ
ഞാനൊരു സിനോപ്സിസിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നതേ അല്ല അത്, അല്ലെങ്കിൽ മുൻകൂർ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമേ അല്ല അത്. മറിച്ച് എഴുതി വരുമ്പോൾ വികസിച്ചു പോയൊരു പുസ്തകമാണത്. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ മേലൊരു നിയന്ത്രണം ഇല്ലാതായിപ്പോയത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് അത്രയും വലിയൊരു പുസ്തകം എഴുതിക്കൂടാ, കാരണം വെച്ചാൽ അത് വായനക്കാരന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു അധ്വാനം ചെറുതല്ല. പക്ഷെ അന്ന് ഞാനതങ്ങനെ എഴുതി പോവുകയാണ് ചെയ്തത്. അപ്പം 3 വർഷം കൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു ഇഫേർട്ടിൻ്റെ ഒരു എൻ പ്രോഡക്റ്റാണ് ഈ പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന പുസ്തകം. എന്നാൽ രണ്ടാമത്തെ നമ്മുടെ തലപ്പാവ് എന്ന പുസ്തകം എഴുതാൻ എനിക്ക് അത്രയും സമയം എടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി എന്ന കഥയാണത്. അത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തനായത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു പുസ്തകം വൈജ്ഞാനിക മേഖലയിൽ എഴുതുകയാണ്, അത് ഞാനൊരു 1 വർഷം കൊണ്ട് എഴുതി തീർത്ത പുസ്തകമാണ് നമ്മുടെ തലപ്പാവ്. എനിക്ക് അത്രയും സമയം എടുക്കില്ല ഇനി അടുത്തൊരു ഗ്രന്ഥം എഴുതുകയാണ്. ബിക്കോസ് എൻ്റെ ഒരു റിസർച്ച് അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫിക്ഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നൊരു ലോകമാണ്. ആ ലോകം നിങ്ങളുടെ വായനക്കാരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രതിഭ എന്ന് പറയുന്ന ഒരൊറ്റ എലമെൻ്റ് മാത്രമാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു കഥ എഴുതാൻ ആഗ്രഹിച്ചാൽ എൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെങ്ങനെ എഴുതാതിരിക്കാം എന്നുള്ളതാണ്. അത് നിശ്ചയമായും എന്നെ അലട്ടുന്നൊരു പ്രശ്നമാണ്. എനിക്കൊരു പക്ഷേ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഇങ്ങനെ ഒരു തീമുണ്ട് എന്നെൻ്റെ മനസ്സിൽ തോന്നുകയായിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഒരു കഥയോ ഒരു കവിതയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ബീജം നമ്മുടെ മനസ്സിൽ എപ്പോഴോ വരുന്നു, പിന്നെ നമ്മളത് കൊണ്ട് നടക്കുന്നു, എപ്പോഴെങ്കിലുമൊക്കെ അത് ഡെവലപ്പ് ചെയ്തു വരുന്നു, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, അങ്ങനെയാണത് എഴുതപ്പെടുന്നത്. എല്ലാ എഴുത്തുകാരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നാൽ തന്നെ അതിൽ നിന്ന് എങ്ങനെ മാറാം എന്നാണ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എന്തുകൊണ്ടാണെന്നറിയാവും, അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ശരിയാണ്. അതിമനോഹരമായി കഥകൾ എഴുതുന്ന, അതിമനോഹരമായി നോവലുകൾ എഴുതുന്ന, അതിമനോഹരമായിട്ട് കവിതകൾ എഴുതുന്ന എഴുത്തുകാരാൽ എന്താ പറയുക സമ്പന്നമായൊരു ഭാഷയാണ് നമ്മുടേത്. അപ്പം അവിടെ ഞാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഇല്ലെങ്കിലും ഒന്നും ഭാഷയ്ക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം ഈ മരങ്ങളായി നിന്നൊരു ന്യായമല്ല അത്. എന്നാലും ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ തന്നെ കണ്ടെത്തുന്നതിലെ ന്യായങ്ങളാണ്. വെച്ചാൽ മരങ്ങളായി നിന്നതും എന്ന നോവൽ എഴുതപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ഉടുപ്പുകൾ അല്ലെങ്കിൽ പരഭാഗം എന്നൊരു കഥ അത് എഴുതപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പക്ഷേ നോക്കൂ, ഈ പറയുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതപ്പെട്ടില്ലെങ്കിൽ മലയാള ഭാഷയില്ല. പക്ഷെ താങ്കളുടെ കഥകൾ വായിച്ചാൽ ആ കുഴപ്പം മീൻസ് എഴുതണം താങ്കൾ എന്ന് തന്നെയാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ. അതുകൊണ്ടാണ് അങ്ങനെ വലിയ കൃതികൾ വായിക്കുന്നത് കൊണ്ട് ഞാൻ അത്ര പ്രതിഭയില്ലല്ലോ എന്നാലോചിച്ച് പിൻവാങ്ങേണ്ട ഒരാളല്ല ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ആ കഥകളിലൂടെ പോകുമ്പോൾ അറിയാം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതായത് എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മാധ്യമപ്രവർത്തകനായി അവശേഷിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു മേൽവിലാസത്തിൽ ഇപ്പൊ നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ഒരാൾ മലയാളത്തിലെ വലിയ റൈറ്ററായിരുന്നു, നിരൂപകനായിരുന്നു. പക്ഷെ ഒരു നെടുമുടി വേണുവിനെ പോലെ മലയാളത്തിൽ ഒരു താരം അല്ലെങ്കിൽ അവശേഷിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നടൻ എന്നതായിരിക്കും കൂടുതൽ ഓർമ്മിക്കുന്നുണ്ടാവുക. ആഗ്രഹവും അവശേഷിപ്പും അത് തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുണ്ട്, അതെങ്ങനെ കാണുന്നു? നോക്കൂ, എന്തെങ്കിലും അവശേഷിപ്പിക്കണമെന്നൊരാഗ്രഹമുള്ള ആളെ മാത്രമാണ് ഈ പ്രശ്നം അലട്ടുന്നത്. ഇപ്പം ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയപ്പെടണം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയല്ല ഞാൻ. അതൊരു വിനയം കൊണ്ട് പറയുന്നതൊന്നുമല്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ശാസ്ത്രം പറയുമല്ലോ, ഒരു വസ്തുവിനെ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു എന്നതിനെ ആസ്പദിച്ചാണ് ആ വസ്തുവിൻ്റെ സ്വത്വം നിൽക്കുന്നത് എന്ന് പറയും, അല്ലേ, നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് പറയും. നിങ്ങൾ ഏത് വീക്ഷണകോണിൽ നിന്നാണ് ഒന്നിനെ കാണുന്നത്, അതാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന രൂപം, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന രൂപം എന്ന് പറയുന്നത്. എന്നതുപോലെ പിന്നെ ഇപ്പം ഉണ്ണി ബാലകൃഷ്ണനെ മാധ്യമപ്രവർത്തകനായിട്ട് ഒരാൾക്ക് കാണാം, മറ്റൊരാൾക്ക് ഉണ്ണി ബാലകൃഷ്ണൻ കുറച്ചുകൂടി നല്ല കഥാകൃത്തായിരുന്നു, അയാളൊരു മാധ്യമപ്രവർത്തകൻ എന്നതിനേക്കാൾ നല്ലൊരു കഥാകൃത്തായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വിലയിരുത്താം. അവശേഷിപ്പിൻ്റെ പ്രശ്നമല്ല എന്നെ അലട്ടുന്നത്, മറിച്ച് നമ്മൾ ചെയ്തൊരു പ്രവൃത്തി അതിനകത്ത് നമ്മൾ എക്സൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മളെപ്പോഴും അലട്ടുന്നൊരു പ്രശ്നം. വെൻ യു ആർ റൈറ്റിംഗ് എ ഷോർട്ട് സ്റ്റോറി, അത് നല്ലൊരു കഥയായിരുന്നു, ഇതൊരു ചോദ്യമാണ്. നിങ്ങളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു, അത് നിങ്ങൾ നന്നായി റിപ്പോർട്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമേ എന്നെ അലട്ടുന്നുള്ളൂ. നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ ഏത് മെച്ചമായിരുന്നു
ഏത് മോശമായിരുന്നു, ആ കമ്പാരിസൺ ഒന്നും ഞാൻ നടത്തുന്നില്ല. മറ്റുള്ളവർ അതേ സംബന്ധിച്ച് എന്തായാലും നടത്തണമെന്നും ഞാൻ നമ്മുടെ വിചാരിക്കുന്നില്ല. ഉള്ളിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്നാലോചിക്കാറുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് പിന്നെ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലാണ് സത്യത്തിൽ. പക്ഷേ മാധ്യമപ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സർഗാത്മകമായൊരു പ്രവർത്തനവുമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു 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 ജോലിയും മേഖലയുമാണത്. ഇപ്പോൾ വേണമെങ്കിൽ സർക്കാർ ഉദ്യോഗമൊക്കെ കിട്ടാവുന്ന ആളുകളായിരുന്നു ഞാനും വേണുവൊക്കെ. ഒരു തമാശ പറയാം. ഇപ്പം ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത് ഈ സർക്കാർ ജോലിക്ക് പോകില്ല എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഈ തിരുവനന്തപുരത്തൊക്കെ എത്തി പിന്നെ സഹകരിച്ചിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിൽക്കാലത്ത് വലിയ എഴുത്തുകാരൊക്കെ ആയിട്ടുള്ള ഇപ്പം വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ ആയി മാറിയിട്ടുള്ള ആളുകളുമായിട്ടാണ് അന്ന് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. ഇപ്പം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ലൈബ്രറിയും അതിൻ്റെ പരിസരവും യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇപ്പം നരേന്ദ്രപ്രസാദ്, ഡി വിനയേന്ദ്രൻ, ബി രാജീവൻ, വി പി ശിവകുമാർ, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രതിഭാധരായ എഴുത്തുകാർ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. വിഷ്ണുനാരായണ സാറ്, ഇങ്ങനെയൊക്കെയുള്ള ON വി കുറുപ്പ് സാർ കുറച്ചു കാലം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ടൊക്കെ വരികയാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീടുകളിലാണ്, ഇതോടൊക്കെ ചേർന്ന വീടുകളിലാണ് ഹൃദയകുമാരി ടീച്ചറും സൂതകുമാരി ടീച്ചറും ഒക്കെ ഉള്ളത്. അതിൻ്റെ അപ്പുറത്താണ് പിന്നെ എന്താ പറയുക സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് ഉള്ളത്. അവിടെയാണ് അയ്യപ്പ പണിക്കർ സാറിന്. പിന്നെ ഞങ്ങൾ നേരെ നോക്കിയാൽ കാണുന്നത് VJT ഹാളാണ്. VJT ഹാളിലാണ് എല്ലാ ദിവസവും സുകുമാർ അഴീക്കോട്, MN വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാസംഗികരുന്ന് പ്രസംഗിക്കുന്ന സ്ഥലം, സാംസ്കാരിക സമ്പന്നമായ ഒരു സ്ഥലമാണ്. അതെ, ആ ഇക്കോ സിസ്റ്റത്തിലാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഇതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ കിട്ടുന്ന PK രാജശേഖരനെയൊക്കെ പോലെയുള്ള പിന്നെ അന്ന് അവിടുത്തെ അൻവർ അലി അങ്ങനെയൊക്കെയുള്ള എഴുത്തുകാരാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളായിട്ടുള്ള അലൻസിയർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിഭകളായിട്ട് പിന്നീട് മാറി വളർന്നു വന്ന ഒരു യുവതലമുറയാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ കാര്യങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ ഈ സർക്കാർ ജോലിക്കൊന്നും പോകണ്ടാന്ന് തീരുമാനിച്ചു. അപ്പം അച്ഛന് വലിയ ടെൻഷനായിരുന്നു ഞങ്ങളുടെ കാര്യത്തിനകത്ത്. നമ്മൾ ഈ ഇങ്ങനെ ഈ എഴുത്ത് എന്നൊക്കെ പറഞ്ഞ് പോയാൽ ഇതൊക്കെ ശരിയാവുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഈ എംപ്ലോയ്മെന്റ് ന്യൂസ്, അന്ന് ഈ തൊഴിൽ വാർത്ത അങ്ങനെ എന്തോ ഒരു PSC എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ ന്യൂസ്, അതെ എംപ്ലോയ്മെന്റ് ന്യൂസ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുത്തുന്നുണ്ടായിരുന്നു മൂപ്പര്. അപ്പോൾ നമ്മൾ വായിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടെ. ആ കാലത്ത് എല്ലാ വീടുകളിലും അതുണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം ഒരു ദിവസം നമ്മൾ പത്രം ഇടുന്ന ആളെ കണ്ടിട്ട് പറഞ്ഞു നമ്മൾ ആ എംപ്ലോയ്മെന്റ് ന്യൂസൊക്കെ ഒന്ന് നിർത്തിക്കോ, എന്നിട്ട് സൺഡേ എന്ന് പറയുന്ന വീക്കിലി ഇട്ടോളാൻ പറഞ്ഞു. അന്ന് സൺഡേ നാഷണലി വലിയ പ്രധാനപ്പെട്ട ദീർഘസംഖ്യ എഡിറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വീക്കിലിയാണ് അന്ന്. അപ്പം അതിട്ടു. അപ്പം സൺഡേ വരുന്നത് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ അച്ഛനന്ന് വീട്ടിലുണ്ട്. അപ്പോൾ അച്ഛൻ പറയാത്തൊരു സാധനമായി വന്ന് വീണത്. അപ്പോൾ പത്രം എടുക്കുന്നതിന് കൂടുതൽ ഈ സൺഡേയും കണ്ടു. അപ്പോൾ അമ്മയോട് അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള രണ്ടുപേർക്കും ജോലി കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ വായിക്കാമല്ലോ. കാരണം എംപ്ലോയ്മെന്റ് ന്യൂസൊക്കെ നിർത്തി അവർക്ക് ജോലി കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയത്തില്ല, പക്ഷേ എന്തായാലും വായിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു തീരുമാനമായിരുന്നു നമ്മുടെ. ഞാൻ പറയുന്നത് അത് ഇങ്ങനെ രാവിലെ കൃത്യം 10 മണി മുതൽ 5 മണി വരെയുള്ള തൊഴിൽ ഞങ്ങൾക്ക് വേണ്ട. മാത്രമല്ല അത്തരമൊരു തൊഴിൽ ഏർപ്പെടേണ്ടതാ, അങ്ങനെയല്ല ഉപജീവനം നടത്തേണ്ടത് എന്ന് അങ്ങനെ എന്തോ ഒരു തോന്നലിലേക്ക് ഞങ്ങളൊക്കെ എത്തിച്ചു. അതൊരു നിർബന്ധമായിട്ടും ബാസുരേന്ദ്രനെ പോലെ ഒരാളുടെ സ്വാധീനമൊക്കെ വളരെ പ്രധാനമാണ്. അന്നത്തെ എൻ്റെ പിന്നെ എന്താ പറയുക നമ്മുടെ കൊളീഗ്സിൻ്റെ എൻ്റെ സഹപാഠികളായിരുന്ന ആളുകളുടെ എഴുത്തുകാരായിട്ടൊന്ന് വന്ന ആളുകളുടെ ഒക്കെ സ്വാധീനം വളരെ പ്രകടമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഒട്ടും സർഗാത്മകമല്ലാത്തൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സർഗാത്മകമല്ലാത്തൊരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് എഴുതി എൻ്റെ ഒരു സർഗാത്മകതയെ അങ്ങ് പ്രകാശിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടുമല്ല. ബട്ട് ജോബിഷ് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എഴുത്തുകാരനാകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നേ. അത് ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നൊരാഗ്രഹമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് എഴുത്തിൻ്റെ മേഖലയാണ്. അത്രയും പിന്നെ സർഗാത്മകമായ മറ്റൊരു മേഖലയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം പാട്ട് എനിക്കിഷ്ടമാണ്, സിനിമ എനിക്കിഷ്ടമാണ്, അതൊക്കെ ചിത്രകല എനിക്കിഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സർഗാത്മകമായി ഞാൻ കാണുന്നൊരു മേഖല എന്ന് പറയുന്നത് എഴുത്തിൻ്റെ മേഖലയാണ്. ആ എഴുത്ത് ഞാനൊന്ന് വായിക്കാം. ഈ നോവലിൽ നിന്ന് ആദ്യത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗം, അത് പ്രേക്ഷകർക്ക് എന്താണ് ഉണ്ണി ബാലകൃഷ്ണൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നറിയിക്കാൻ വേണ്ടിയാണ്. 3 ആൾപ്പൊക്കമുണ്ട് അമരത്തിന്, ഇരുപുറവും ചെമ്പിൽ തീർത്ത കുമിളകൾ, സ്വർണത്തിൻ്റെ തിളക്കമുണ്ട് 53 കോൽ നീളത്തിൽ, 70 അങ്കുലം വണ്ണത്തിൽ, ഫണം വിടർത്തിയ സർപ്പരാജനെ പോലെ അവൻ കിടന്നു. കുമിളകളിൽ തൊട്ടപ്പോൾ വിരലുകൾ തണുത്തു. രാഗി കണ്ണാടി പോലെ മിനുക്കിയ തടിയിൽ തൊട്ടപ്പോൾ ഹൃദയം തുടിച്ചു. വാത്സല്യം നിറഞ്ഞു. തലോടിയും തൊട്ടുരുമ്മിയും അമരത്തു നിന്നും അണിയത്തേക്ക് നടക്കുമ്പോൾ ഗുരുഭൂതരായ കാരണവന്മാരെ ഓർത്തു, അച്ഛനെ ഓർത്തു. കണ്ണുകൾ ഈറനണിഞ്ഞു. മൂർച്ചയേറിയ ഉളിക്കുമീതെ ആഞ്ഞു വീഴുന്ന കൊട്ടുവടിയുടെ താളത്തിൽ മഴയുടെ പെരുമ്പറപ്പെരുക്കം. ഒരു തച്ചുശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ തച്ചുശാസ്ത്രം നന്നായി അറിയാവുന്ന മാധവനാചാര്യയെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റുപകഥാപാത്രങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ ആത്മകഥ പോലെ എഴുതിയ ഒരു കൃതിയാണ്. അതെ,
ഈ ഭാഷ ഞാൻ വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കൃത്യമായും MT ഓർമ്മ വരും. ഞാൻ മറ്റൊരു അധ്യായം വായിക്കുമ്പോൾ OV വിജയനെ ഓർമ്മ വരും. വേണമെങ്കിൽ ഞാനത് ഒന്ന് വായിക്കാം. ഇതിനകത്ത് മറ്റൊരു അധ്യായത്തിലെ പാലത്തോളിലെ പത്തായപ്പുരയിലിരുന്ന് 3 പേർ വീഞ്ഞു കുടിച്ചു, 2 മനുഷ്യരും ഒരാത്മാവും. കുരിയാലകളിലിരുന്ന് കാരണവന്മാർ അത് കണ്ടു, കൊതി പൂണ്ടു എന്ന് പറയുന്നിടത്ത് ഒരു OV വിജയനെ കാണാം, മാർക്കേസിനെ അനുഭവിക്കാം. ഇങ്ങനെ വളരെ മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും കാവ്യാത്മകമായ ഭാഷക്കകത്ത് സംഗ്രഹിക്കാൻ ശേഷിയുള്ള, ആഖ്യാനങ്ങളിലൂടെ പോകാൻ ശേഷിയുള്ള ഒരാളുടെ ഈ ഭാഷ മാധ്യമപ്രവർത്തനത്തിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആ 2 ഭാഷക്കകത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് അല്ലെങ്കിൽ ഈ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, ക്രിയേറ്റീവായ ഒരാളും എന്നാൽ ദൈനംദിനത്വത്തോട് അഭിമുഖീകരിക്കുന്ന ഒരാളുടെ പ്രവൃത്തിയാണ് മാധ്യമപ്രവർത്തനം. ഇത് രണ്ടും കൂടി കൊണ്ടുപോകുമ്പോൾ നോക്കൂ, ഈ നോവലിൻ്റെ തീമിനെ കുറിച്ച് വളരെ ശരിയായിട്ട് ജോബിഷ് പറഞ്ഞ കണക്ക് ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് നല്ല പ്രയോഗമാണ് കേട്ടോ. അത് വളരെ എന്താ വെച്ചാൽ വളരെ യുണീക്കായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രയോഗം. ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ ഈ പറഞ്ഞു പോയിരിക്കുന്നത് ഇതിനകത്ത്. ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ ആലപ്പുഴക്കാരനാണല്ലോ. അപ്പോൾ ബേസിക്കലി ചുണ്ടൻ വള്ളം ഭയങ്കര ഈ കേരളത്തിന് കൗതുകമായിട്ടുള്ള ആന കൗതുകമായിരിക്കുന്നത് പോലെ തന്നെ ചുണ്ടൻ വള്ളം വളരെ കൗതുകമാണ്. മാത്രമല്ല ചുണ്ടൻ വള്ളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് പ്രത്യേക ആശാരിമാരുണ്ട്. അത് പാരമ്പര്യമായി കിട്ടുന്ന ഒരു അറിവാണ്. നിങ്ങൾക്ക് ചുണ്ടൻ വെള്ളം അങ്ങനെ എല്ലാവർക്കും നിർമ്മിക്കാനൊന്നും കഴിയില്ല. പിന്നെ അതിൻ്റെ ഒരുപാട് കണ്ണാടി പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഭയങ്കര ഒരു ശുദ്ധിയുണ്ട്. അത് എവിടെയും രേഖപ്പെടുത്തിയൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെയാണ് ചുണ്ടൻ വെള്ളം നിർമ്മിക്കുന്നത്. അത് വാമൊഴി പാരമ്പര്യത്തിലൂടെ ഒക്കെ പകർന്നു കിട്ടുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് അത് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ചുണ്ടൻ വെള്ളത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് ഈ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഈ തറവാടുകൾക്ക് ഒരു ചുണ്ടൻ വള്ളം ഉണ്ടാവുക, രാജാവിൻ്റെ ഒക്കെ അതെ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത്. പിന്നെ ചുണ്ടൻ വള്ളം ആ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൻ്റെ ഇതുകൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചുണ്ടൻ വള്ളം എങ്ങനെയോ എനിക്കൊരു സ്വാധീനമായിട്ട് വരികയും ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു തീം എൻ്റെ മനസ്സിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഭാഷയിലാണ് ഞാനത് ഈ ജലത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, ആ ഒഴുക്കിൻ്റെ ഒരു ഭാഷ വളരെ വളരെ ശാന്തസുന്ദരമായ ഒഴുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഭാഷ ഇതിൻ്റെ ഒരു രചനയ്ക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നി. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു താളത്തിലും അത്തരത്തിലുള്ളൊരു ഭാഷാ സൗകുമാര്യത്തിലും അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മറ്റ് കഥകൾ എഴുതുമ്പം ആ രീതിയില്ല. ഇത്തരത്തിലൊരു ഭാഷ അല്ല ഞാൻ എൻ്റെ കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ള വേറെ ചില തീമുകൾ അതെ ഉപയോഗിക്കും. അപ്പോൾ ഒരു തീം ആവശ്യപ്പെടുന്ന ഒരു ഭാഷ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞത് ശരിയാണ്, OV വിജയൻ്റെ സ്വാധീനം, MT വാസുദേവൻ നായരുടെ സ്വാധീനം, പിന്നെ മാർക്കേസിൻ്റെ സ്വാധീനം. ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ കാണുന്ന ഒരു സ്വാധീനം തകഴിയുടെ സ്വാധീനമാണ്. അതൊന്നും എനിക്ക് പറയുന്നതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. സ്വാധീനം മോശപ്പെട്ടൊരു കാര്യമല്ല. തകഴി എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ എഴുതുന്നതിനകത്തൊക്കെ തകഴിയുടെ ഭാഷയുടെ ഒരു ഘടനയൊക്കെ വന്നു പോകുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത്തരം സ്വാധീനങ്ങൾ ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെയാണ് ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. അതെന്താ വെച്ചാൽ അധികം എഴുതുമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്ന് വിച്ഛേദിച്ച് പോകാൻ എനിക്ക് കഴിയുമായിരുന്നു. എഴുത്തിൽ ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് വല്ലപ്പോഴും എഴുത്തിലേക്ക് വന്നു പോകുന്ന ഒരാളായി മാറിയതുകൊണ്ട് ഈ സ്വാധീനങ്ങളൊക്കെ അങ്ങനെ നിൽക്കും. അപ്പം നിങ്ങൾ എഴുതി നിരന്തരമായി എഴുതുന്ന ഒരാളാണെങ്കിൽ ആദ്യകാലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സ്വാധീനങ്ങളെ നിങ്ങൾ കുറേ കഴിയുമ്പോൾ ഭേദിക്കുകയും നിങ്ങളുടേതായൊരു ശൈലിയിലേക്കും ഒരു ശില്പ ഭദ്രതയിലേക്കും ഒക്കെ എത്തിച്ചേരുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു എക്സസൈസ് എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈ പറയുന്ന നമുക്ക് മാധ്യമത്തിലേക്ക് ആ ഭാഷയെക്കുറിച്ചാണ് നമ്മൾ അതെ ആ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോ ഭാഷ നിങ്ങൾ ഏത് സന്ദർഭത്തിൽ എവിടെ പ്രയോഗിക്കുന്നതിനനുസരിച്ചാണ് ആ ഭാഷയുടെ സ്വഭാവം നിൽക്കുന്നത്. ഇപ്പം നിങ്ങളൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നേരിട്ട് സംസാരിക്കുന്ന ഭാഷയല്ല ആ സുഹൃത്തിന് നിങ്ങളൊരു കത്തെഴുതുമ്പോൾ ഉപയോഗിക്കുന്നത്. രണ്ടും അഭിസംബോധനൊന്നും ഒരാളെ തന്നെയാണ്. സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ആ ഭാഷയുടെ സ്വഭാവം വരുന്നത്. മാധ്യമപ്രവർത്തനത്തിൻ്റെതായൊരു ഭാഷയുണ്ട്. അതെന്താണ്? ബേസിക്കലി നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ വായനക്കാരനെയോ അല്ലെങ്കിൽ പ്രേക്ഷകനെയോ അറിയിക്കുകയാണ് ചെയ്യുന്നത്. യു ആർ ഇൻഫോമിങ് സംതിങ്. അപ്പം ആ ഇൻഫോം ചെയ്യുന്നതിനാവശ്യമായൊരു ഭാഷയുണ്ട്. ആ ഭാഷ നിങ്ങളവിടെ പ്രയോഗിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വേർതിരിവുകൾ ഇല്ലാതായി പോകുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഇപ്പം എന്താ പറയുക, മാധ്യമപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഭാഷയിൽ കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നോവലുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം കഥകളുടെ ഭാഷയിൽ കഥയിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയിൽ
റിപ്പോർട്ടിംഗ് നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഭാഷാപരം ലോകപ്രശസ്തരായിട്ടുള്ള എത്രയോ എഴുത്തുകാർ, മാർക്കേസ് ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരായിരുന്നു. ഹെമിംഗ്വേ അങ്ങനെ ഈ പറയുന്ന പിന്നെ അതെ MT വാസു എന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. അതെ, പിന്നെ OV വിജയൻ വലിയ കാർട്ടൂണിസ്റ്റ് ആയിരുന്നില്ലേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മലയാളത്തിലെ തന്നെയും വലിയ എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരായിരുന്നിട്ട് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഒരു വിഭജനം വളരെ എന്താ പറയാ, വളരെ ലോലമാണ്. വളരെ സർഗാത്മകമായി കാണുന്ന ഒരാൾക്ക് ആ വിഭജനം ഒരു പക്ഷേ ഫീൽ ചെയ്തില്ല എന്ന് വരാം. അങ്ങനെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതെ. ഒപ്പം തന്നെ എൻ്റെ ചോദ്യം നമുക്ക് മാധ്യമത്തിലേക്ക് വന്നാൽ, ഈ മാധ്യമ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള ചരിത്രത്തെ നിർണയിച്ച ദൃശ്യമാധ്യമ സംസ്കാരമുണ്ട്, അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഈ പരിണാമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ സാക്ഷിയായി നിന്ന ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇങ്ങേ അറ്റത്ത് ഇന്ന് നിൽക്കുന്ന ഈ ദൃശ്യമാധ്യമ സംസ്കാരത്തിൽ ഏറ്റവും ആ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും സംഭവിച്ച മാറ്റങ്ങൾ മാധ്യമങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു എന്താ പറയുക, വാർത്ത എന്നൊക്കെ പറയുന്നതേ ഒരിക്കലും അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. വാർത്തയുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് വാർത്ത രൂപപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ സ്വഭാവം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് വാർത്തകൾ എപ്പോഴും സർക്കുലേറ്റ് ചെയ്യപ്പെടുക. എന്നാൽ അതിൻ്റെ വിനിമയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ പുരോഗതിയുണ്ട്. ഇപ്പം ഞാൻ ദൃശ്യമാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ലൈവ് എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ല. വാർത്ത വായിക്കുന്നത് ലൈവായിട്ടാണ്, പക്ഷെ റിപ്പോർട്ടിംഗ് ഒന്നും അങ്ങനെ ലൈവായിട്ട് നമുക്ക് ചെയ്യാനേ കഴിയില്ല. അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. സാങ്കേതികമായി അന്ന് ലോകത്തതുണ്ട് എങ്കിൽ കൂടിയും കേരളം പോലെ ചെറിയൊരു ഭാഷയിൽ നമ്മൾ അങ്ങനെ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് എന്നൊക്കെ പറയുന്ന ആലോചിക്കാൻ കൂടി കഴിയും. എല്ലാ തുടക്കങ്ങളിലും ആ പ്രശ്നം അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ കാര്യം, പിന്നെ ഇന്നിപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരും പിന്നെ മാധ്യമ പ്രവർത്തകരല്ലേ, എവരി വൺ. അപ്പം ആ ഒരു അപ്പം നിങ്ങളെ ഇപ്പം ഞാനൊരു കാര്യം ഇപ്പം നാളെ ഒരു രാവിലെ വരുന്ന പത്രം വരെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തെ റേഡിയോ ഇല്ലാതാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ നിമിഷവും വാർത്ത അറിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ടെലിവിഷൻ ആളുകളെ മാറ്റി. ഇപ്പോൾ ഒരു ടെലിവിഷനോ റേഡിയോയോ പത്രമോ കൂടാതെ തന്നെ വാർത്തകൾ നിങ്ങൾക്കറിയാൻ കഴിയുന്ന സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി. അതിൽ ഞാൻ ഈ പറയുന്ന ടെലിവിഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ ഞാനുള്ളത്. അതിൻ്റെ തുടക്കം മുതൽ ശരിയാണ്. അത് ഞാൻ പറയാൻ കാരണം എൻഡ് ഓഫ് ദ റോഡ് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചത് അങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ ഹോട്ടലിൽ മുറിയെടുത്ത് നിൽക്കുകയായിരുന്നു. TV ഉണ്ട് മുറിക്കകത്ത്, പക്ഷെ ഞാൻ തുറന്നിട്ടില്ല. അതുപോലെ നമ്മുടെ ഇത് തുറക്കാത്ത ഒന്നായിട്ട് ഏകദേശം വീടുകളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 40 വയസ്സിന് ശേഷമുള്ള ആളുകളാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടെലിവിഷൻ കാണുന്നുണ്ടാവുക. അതിൽ തന്നെ വലിയ സാക്ഷരതയുള്ള സാംസ്കാരിക സാക്ഷരത ആൾ. കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ മാഷയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഞാൻ ടെലിവിഷൻ കഴിഞ്ഞ 20 വർഷമായി കാണാറില്ല എന്ന്. അപ്പോൾ ഈ മനുഷ്യന്റെ അടുത്ത പകുതിയോടാണോ നിങ്ങളുടെ വിനിമയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് ഈ 50 വയസ്സ് വരെയുള്ള 40 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിന്റെ ഉപഭോക്താക്കളല്ലേ? ആരാണ് ഇപ്പോൾ ശരിക്കും ടെലിവിഷന്റെ ഉപഭോക്താക്കൾ? ആ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഗൗരവമായിട്ട് പിന്നെ അന്വേഷിക്കേണ്ടതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുമായൊരു വിഷയമാണ് ടെലിവിഷൻ. ഈ നമ്മുടെ വീടുകളിൽ ടെലിവിഷൻ ഇപ്പോൾ സത്യത്തിൽ ആളുകൾ കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി തന്നെ സ്മാർട്ട് ഫോൺ ഇല്ലാതാക്കിയ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ടല്ലോ. ഇപ്പം ക്യാമറ ഇൻഡസ്ട്രി പൊടിഞ്ഞു പോയല്ലോ. നിങ്ങൾക്ക് ക്യാമറ പിന്നെ കാനോൺ എന്നൊക്കെ പറയുന്ന വലിയ ക്യാമറ മേക്കേഴ്സൊക്കെ വലിയ ബാങ്ക്രപ്റ്റുകളായിപ്പോയി. അപ്പം ആ അർത്ഥത്തിലൊക്കെ വലിയ പ്രതിസന്ധികൾ ഈ പറയുന്ന മൊബൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പിന്നെ ടെലിവിഷൻ വ്യൂവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ടെലിവിഷൻ മൊബൈലിൽ കാണുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഞാൻ ടെലിവിഷൻ കാണുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ ആ എക്വിപ്മെൻറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ആ എക്വിപ്മെൻറ്റിലൂടെ രൂപപ്പെട്ടു വരുന്ന സാധനങ്ങൾ നിങ്ങൾ മൊബൈലിൽ എവിടെന്നെങ്കിലും കണ്ടന്റ് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് 20 വർഷമായിട്ട് ഞാൻ ടെലിവിഷൻ കാണുന്നില്ല എന്ന് പറയുന്നത് വാർത്താമാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അത് ഈ വാർത്തയൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല വാർത്ത എന്നൊക്കെ ഒരാൾക്ക് നിലപാടെടുത്തുകൊണ്ട് ടെലിവിഷൻ കാണാതിരിക്കാം, ഒരാൾക്ക് പത്രം വായിക്കാതിരിക്കാം. ഈ പത്രമൊന്നും ശരിയല്ല എന്നൊരാൾക്ക് നിലപാടെടുക്കാം. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ അതിനെ. അതൊരു ഗൗരവമായ പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ നെഗറ്റീവായ ഒരു കമൻറ്റ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടല്ല. അത് ചോദിച്ചത് നന്നായി. കാരണം നിങ്ങൾക്ക് ഇപ്പം ഞാൻ സച്ചിദാനന്ദൻ്റെ കവിത വായിക്കാത്ത ഇപ്പം 3.5 കോടി ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ. 3.5 കോടി ജനങ്ങളിൽ സച്ചിദാനന്ദന്റെ കവിത വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും? ഞാൻ വിചാരിക്കുന്നില്ല ഒരു പരമാവധി ഒരു 25,000-30,000 പേരൊക്കെ അത്രയൊക്കെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. 1 ലക്ഷം പേര് വായിച്ചിട്ടുള്ളൊരു കവിതയൊന്നും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവാൻ സാധ്യതയില്ല.
അത്രയും 1,00,000 കോപ്പിയോ അല്ലെങ്കിൽ 2,00,000 കോപ്പിയോ വിറ്റുപോകുന്ന എഴുത്തുകാരനുമായിട്ട് ഞാൻ അതുപോലെ കാണുന്നില്ല. ഒരു ജനപ്രിയ മാധ്യമത്തിനോടുള്ള വിമർശനം അല്ല, ജനപ്രിയ അല്ല, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പിന്നെ മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ അല്ലെങ്കിൽ കാനത്തിൻ്റെ നോവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറഞ്ഞ നോവലുകൾ വിറ്റഴിയുന്നത് പോലെ സച്ചിദാനന്ദ കൃതികൾ വിറ്റഴിഞ്ഞു പോകണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രംഗത്ത് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. ഞാൻ ആദ്യം തന്നെ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അവരെ പോലുള്ള എഴുത്തുകാരെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരുടെ കോൺട്രിബ്യൂഷനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ചില മേഖലകളിൽ സംബന്ധിച്ച് നടത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ സൊസൈറ്റിയിൽ ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഈസിലി ഡിസ്കാർഡ് ചെയ്യാവുന്ന ഒന്നാണിത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറയുമ്പം അത് നല്ല രീതിയിൽ അത് ഉത്തരവാദിത്തോട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വേറൊരു സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് എനിക്കെതിരായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനിത് ഇവരൊക്കെ നേരത്തെ തന്നെ ഉപേക്ഷിച്ച ആളാണ് എന്ന മട്ടിൽ ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലാതെ തന്നെ ടെലിവിഷൻ വിമർശനം അദ്ദേഹം ഗൗരവത്തോടുകൂടി നടത്തിയിട്ടൊക്കെയാണ്, അത് വിമർശിക്കപ്പെടേണ്ട ഒരു മേഖലയുമാണ്. അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന നമ്മുടെ വിഷയം അതല്ല എങ്കിലും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ നിന്നൊരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ മേഖലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഉപഭോക്താക്കൾ ആര് എന്നതാണ് നമ്മൾ ചർച്ച. അതെ, ഞാൻ പറയുന്നത് ടെലിവിഷൻ ഹാസ് ബിക്കം എ പ്രൊഡക്ഷൻ ഹൗസ് നൗ ഡേയ്സ്. അതൊരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് മാറിയിട്ടുണ്ട്. അത് കണ്ടന്റ് മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അത് ഡിഫറെൻറ്റ് പിന്നെ പ്ലാറ്റ്ഫോമുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓൺലൈനിലായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ബുള്ളറ്റിൻ മൊത്തമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം പോലെയാണ് യഥാർത്ഥത്തിൽ. അത്രയേ ഉള്ളൂ. സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാട്സപ്പിൽ അങ്ങനെ. നിശ്ചയമായിട്ടും മാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൺസ്യൂമേഴ്സിനെ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് ചുരുക്കണ്ട. അത് നമ്മൾ ഈ പറയുന്ന ഈ പുതിയ തലമുറയെ കുറിച്ച് നടത്തുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പോലും ഞാൻ അതിനെ ഭയക്കുന്നു. കാരണം വെച്ചാൽ ആഫ്റ്റർ 40 years ഉള്ള ആളുകൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയും അവർ ഈ വാർത്തകളൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ അവർ പിന്നെ എന്താ പറയുക വളരെ. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അനുഭവമാണ്. ജേർണലിസം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വൈവ സമയത്താണ് പത്രം അന്വേഷിച്ച് വരുന്നത്. പത്രം വായിക്കാത്ത കുട്ടികളാണ് ആ ക്ലാസ്സിലെ ഭൂരിപക്ഷം കുട്ടികളും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ജേർണലിസം പഠിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് മറച്ചു വെക്കേണ്ട ഒന്നല്ല. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ 40 വയസ്സിൻ്റെ കാര്യം പറഞ്ഞത്. ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവർ മാത്രമാണ് അല്ലെങ്കിൽ അവർ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് വളരെ പിന്നെ എന്താ പറയുക ആകാംക്ഷയോടുകൂടി സാമൂഹ്യ സംഭവങ്ങളെയൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു അഭിപ്രായമേ എനിക്കില്ല. മാത്രമല്ല എനിക്ക് ഈ പുതിയ തലമുറയെക്കുറിച്ച് വളരെ മെച്ചപ്പെട്ട അഭിപ്രായമാണുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ മുമ്പ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ആളുകളെയാണ് എന്തോ ഒരു അറിവുള്ള ആളുകളായിട്ട് കണ്ടിട്ടുള്ളത്. എല്ലാ കാര്യവും മനുഷ്യർ അറിയണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല ഒരാൾ പിന്നെ ജീവിക്കേണ്ടത്. അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സംബന്ധിച്ച് അയാൾക്ക് ഒരു ഗ്രാഹ്യമുണ്ടോ അറിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ തലമുറ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു ആരോപണമായിട്ട് പറയുന്നുണ്ട്. ഈ സ്പോർട്സിനെ സംബന്ധിച്ച് എത്ര ധാരണയുള്ള ആളുകളാണ് ഉള്ളത് അല്ലേ? അവിടെ ഒരു ഏരിയ അതാണ്, ഒരു ഇൻട്രസ്റ്റ് ഏരിയ അതാണ്. അപ്പം അതുകൊണ്ട് ആ മേഖലയിൽ അവർ കൂടുതൽ അന്വേഷിക്കുന്നുണ്ടാവും. ചില ആളുകൾ എയുടെ മേഖലയിലായിരിക്കും അല്ലേ, ചില ആളുകൾ വേറെ ഫാഷനെ കുറിച്ചായിരിക്കും. അങ്ങനെ ഓരോ മേഖലകളിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ വികസിച്ചിട്ടുണ്ട്, അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഇപ്പം മാത്രമല്ല, പത്രങ്ങൾ പോലും എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ എടുത്തു നോക്കൂ. നിങ്ങൾ വാർത്തകൾ മാത്രമല്ലല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വാർത്തകളുടെ തന്നെ വിവിധ മേഖലകളെ ഡൈസെക്ട് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ തന്നെയും ഓരോ കമ്പോണൻ്റ് ആക്കി മാറ്റിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വൈ? അത് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന വാർത്തയുടെ കൺസംഷൻ നടക്കുന്നത് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലല്ല. എല്ലാ ആളുകളും വാർത്തകൾ കാണുന്നുണ്ട്, എല്ലാ ആളുകളും വിവരങ്ങൾ അന്വേഷിച്ച് വയ്ക്കുന്നുണ്ട്. അത് ഓരോ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടി ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. താങ്കളുടെ 2 പരിപാടിയുടെ പേര് ഞാൻ വെറുതെ ആലോചിച്ചതാണ്. പോയിന്റ് ബ്ലാങ്ക് എന്നാണ് ഒന്ന്, മറ്റൊന്ന് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. രണ്ടും സൈനികമായ പദാവലികളാണ് നോക്കിയാൽ. അതായത് നമ്മൾ ഒരു ആക്രമിച്ച അല്ലെങ്കിൽ എതിരാളിയെ ആക്രമകാരിയായിട്ട് അല്ലെങ്കിൽ ആക്രമണോത്സുകമായി അല്ലെങ്കിൽ എന്താ പറയുക ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഈ 2 പേര് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഈ 2 പേരും ഇട്ടത് ഞാനല്ല, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. എന്താ വെച്ചാൽ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുമ്പം ഒരു മിലിറ്ററി ടേമാണ്, സർജിക്കൽ സ്ട്രൈക്കും ഒരു മിലിറ്ററി ടേം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ സൈനികമല്ല. പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്നത് ഒരു ഉന്നവുമായി ബന്ധപ്പെട്ടാണല്ലേ, യു ആർ ടാർഗറ്റിംഗ് സംതിങ് എന്നുള്ളതാണ്. അത് ഒരു ഇൻ്റർവ്യൂവിന് വരാവുന്ന ഒരു നല്ല പിന്നെ ടൈറ്റിലായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾ പിന്നെ നിങ്ങളുടെ അതിഥിയോട് ഈ പറയുന്ന കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുക, അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ
അയാളുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൻ്റർവ്യൂവിന് പല ഫോർമാറ്റുകളുണ്ട്. അതെല്ലാം നല്ലതാണ് കേട്ടോ. എല്ലാ പിന്നെ രീതിയിലും ഒരു മനുഷ്യനെ പല രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ പരിപാടി ആലോചിക്കുമ്പോൾ അത് ടി.എൻ. ഗോകുമാറാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങനൊരു ടൈറ്റിൽ ഇടുന്നത്. അതൊക്കെ ഈ രണ്ട് ടൈറ്റിൽ ക്ലോസിൽ നിന്ന് ഒരു ക്ലോസ് റേഞ്ചിൽ ഇരുത്തിയിട്ട് ഒരാളെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഏറ്റവും റെലവൻ്റ് ആയ ചോദ്യങ്ങൾ ചോദിക്കുക, അത് വളരെ ഷാർപ്പായിട്ട് ചോദിക്കുക, അപ് ടു ഡേറ്റ് ആയിരിക്കുക, ഏറ്റവും പുതിയ വിഷയങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് അയാളെ ഗ്രില്ല് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേകതരം ഇൻ്റർവ്യൂ സ്വഭാവം. ആ ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവം അതാണ് എന്ന് പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ടൈറ്റിലാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഇൻ്റർവ്യൂ പ്രോഗ്രാം ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ എഡിറ്ററാണ് ടി.എൻ. ഗോകുമാർ. അപ്പം ടി.എൻ.ജി ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ടി.എൻ.ജി എന്നോട് പറഞ്ഞു, അപ്പം നീ ഉദ്ദേശിക്കുന്നത് ഒരാളെ കൊണ്ടുവന്നിരുത്തി നമ്മളൊരു പോയിന്റ് ബ്ലാങ്കിൽ വളരെ പിന്നെ കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് അല്ലേ എന്ന് ഒരു സംഭാഷണ മധ്യേ വരുമ്പോഴാണ് ഞാൻ അപ്പോൾ ടി.എൻ.ജി നമുക്ക് അതിൻ്റെ പേരായി, എന്താണ് ടൈറ്റിൽ ഉണ്ടെന്നൊക്കെയുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഈ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരു പിന്നെ പ്രോഗ്രാം ആലോചിക്കുകയും അത് വളരെ ഈ പറഞ്ഞ കണക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഒരു പെർസ്പെക്റ്റീവ് വളരെ ഷാർപ്പായി അവതരിപ്പിക്കണം എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ പല ആളുകളുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് ഇതിനൊരു പേര് വേണമല്ലോ എന്നൊക്കെ. അപ്പം അനൂപ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നെ സീനിയർ ആയിട്ടുള്ള പിന്നെ അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 പേരുകൾ മൂപ്പര് ഇംഗ്ലീഷിൽ സജസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പേര് നമ്മൾ പോയിന്റ് ബ്ലാങ്ക് എന്നുള്ളത് ഇംഗ്ലീഷിലാണല്ലോ, അപ്പം നമുക്ക് എല്ലാ ടൈറ്റിലുകളും ഇംഗ്ലീഷിൽ പോകാതെ മലയാളത്തിലൊക്കെ തന്നെ ഒന്ന് ആയാൽ നന്നായിരിക്കുമല്ലോ അനൂപ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനൂപ് പെട്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പല വാക്കുകളും മലയാളത്തിൽ തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ മലയാളത്തിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ടൈറ്റിലാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അനൂപിനോട് പറഞ്ഞു, അന്ന് ടി.എൻ.ജിയോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാമിന് ടൈറ്റിലായി, അത് സർജിക്കൽ സ്ട്രൈക്ക് ആണുള്ളത്. അതിനകത്ത് ഒരു മിലിറ്ററി ടേം ആണെങ്കിൽ പോലും അതൊട്ടും തന്നെ അക്രമാസക്തമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട തീറ്റയെടുപ്പ് രാഷ്ട്രീയമാണ്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഇടത് ഭരിക്കുന്നതാണോ വലത് ഭരിക്കുന്നതാണോ മാധ്യമങ്ങൾക്ക് തീറ്റയെടുപ്പിന് ഏറ്റവും നല്ലത്? എങ്ങനെയാ അതിനെ? ഈ പൊളിറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന വാർത്ത. പിന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന പ്രവർത്തകർ എങ്ങനെയാണ് ഈ ഭരണത്തെ തങ്ങളുടെ വിഭവത്തിന് അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം പിന്നെ അത് മാധ്യമങ്ങളുടെ ഒരു ഫോൾട്ടായിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു പിന്നെ അജണ്ടയായിട്ടോ നമ്മൾ കാണേണ്ട കാര്യമില്ല. നമ്മളുടെ സംസ്ഥാനം, നമ്മുടെ ഭാഷ, നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് പൊളിറ്റിക്സാണ്. നമ്മൾ ശ്വസിക്കുന്നത് തന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഗ്നറൻസും നമുക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ ഈ ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയെ കുറിച്ചുള്ള നമുക്കൊരു ഒരു അഭിമാനം തോന്നുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊന്നും പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. ഈ പൗരബോധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ ഇപ്പോൾ ജോബിഷ് ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, തീറ്റയെടുപ്പ് എന്ന് പറയുന്നത്. ശരിയാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് പൊളിറ്റിക്സ് തന്നെയാണ് മാധ്യമങ്ങളിൽ വരുന്നത്. ബിക്കോസ് രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ വാർത്ത ഉണ്ടാക്കുന്നത്. പിന്നെ രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക, അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. സോ നമ്മളിപ്പം ശാസ്ത്രത്തിലെ ഒരു അറിവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഗ്നറൻ്റ് ആയിട്ടിരിക്കാം, അജ്ഞനായിട്ടിരിക്കാം, അതിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ടായ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നോ അറിഞ്ഞില്ല, ഒരു 10 വർഷത്തിന് ശേഷം അറിഞ്ഞില്ലെങ്കിലും നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അനുനിമിഷം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെട്ട നിലപാടുകൾ ഉണ്ടാക്കാൻ കഴിയൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കൂടുതലായി കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അത് എല്ലാ നിമിഷവും മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. നിങ്ങൾ ജനങ്ങളെ കൃത്യമായി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് അതിനെ വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റല്ല, അത് നല്ല കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇടതുപക്ഷമാണോ അല്ലെങ്കിൽ വലതുപക്ഷമാണോ ഭരിക്കുമ്പോഴാണോ കൂടുതൽ വാർത്ത എന്ന് പറയുന്നത്, സത്യത്തിൽ ഇതിനകത്ത് ഒരു വ്യത്യാസം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. വെച്ചാൽ ഏത് ആളുകൾ അല്ലെങ്കിൽ ഏത് ചേരി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ചേരി ഒരുപാട് വാർത്തകൾ ദിനം പ്രതി അവർ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇടതുപക്ഷം ഭരിച്ചു, അത് കഴിഞ്ഞിട്ട് വലതുപക്ഷം വരുന്നു, അപ്പോൾ വാർത്തകളൊന്ന് കുറയും, അല്ലെങ്കിൽ അവർ ഭരിക്കുമ്പോൾ വാർത്തകൾ കൂടും. അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പം പിന്നെ ഞാൻ പറയുന്നത് 1995
കേരളത്തിലെ ഒരു സ്വകാര്യ വാർത്ത പിന്നെ ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 26-ലാണ്. അപ്പോൾ 31 വർഷം കഴിഞ്ഞു. ഈ 31 വർഷത്തിനകത്ത് 10 വർഷം തുടർഭരണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ബാക്കി 21 വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരുകൾ മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചാനലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. പിന്നെ എല്ലാ സമയത്തും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വാർത്തയ്ക്ക് ഒരു കുറവില്ല, വലതുപക്ഷം ഭരിക്കുമ്പോഴും വാർത്തയ്ക്ക് കുറവില്ല, വിവാദങ്ങൾക്ക് കുറവില്ല, അഴിമതിക്ക് കുറവില്ല, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കസ്റ്റഡി മരണങ്ങൾക്ക് കുറവില്ല. മറ്റ് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അങ്ങനെ അവരുടെ ജോലിയായിട്ട് നന്നായി സുഖകരമായിട്ട് ഏത് ഭരണത്തിന് കീഴിലും മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യൂസ് ആണോ ന്യൂസ് ആണോ പ്രധാനം എന്നുള്ളതാണ്. അതായത് ന്യൂസിനെ വേറെ നിലയിൽ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടാണ് അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനപ്പുറം എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞാനത് ഉദാഹരണമായിട്ട് പറയാം. കമ്മീഷൻ എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർമ്മിക്കുന്നുണ്ടാവും. ആ മ്യൂസിക് ഷാജി കൈലാസ് എടുക്കുന്നത്, അതായത് ചെന്നൈയിൽ നിന്ന് സൺ ടി വിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രാത്രി ഇങ്ങനെ കേൾക്കുമ്പോൾ, കാറിൽ പോകുമ്പോൾ കേൾക്കുകയും പിന്നീട് രാജാമണിയോട് അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയും, അങ്ങനെയാണ് ആ സുരേഷ് ഗോപിയുടെ ആ ഡയലോഗ് പ്രസൻറ്റേഷന് ശേഷമുള്ള നടപ്പിലൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സൺ ടി വിയുടേത് വരുന്നത്. അതുപോലെ ഇന്നിപ്പോൾ ഒറ്റ ഷോട്ടിലാണ് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴും ഒരു സിനിമാ ദൃശ്യം പോലെ, അതായത് നേരത്തെ ഇങ്ങനെ സ്വാധീനിച്ചെങ്കിൽ ഇതൊരു സിനിമ പോലെ നിർമ്മിക്കപ്പെടേണ്ടതാണ്, എന്നാലേ വ്യൂസ് കൂടൂ ഏത് ന്യൂസിനും എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു മാറ്റത്തെ, ഈ ഒരു മാറ്റത്തെ ഒരു തെറ്റായ രീതിയിലല്ല ഞാൻ പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു കാര്യത്തെ നന്നായി പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഒന്നാമത്തെ കാര്യം, അത് നന്നായി പ്രസൻറ്റ് ചെയ്തില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ വ്യൂവർഷിപ്പിനെ ബാധിക്കും. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ വളരെ എന്താ പറയുക, നമ്മുടെ സൗന്ദര്യബോധമൊക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നിങ്ങളിരിക്കുന്ന ഒരു സ്ഥലം, നിങ്ങളിരിക്കുന്ന ചെയർ, നിങ്ങളിരിക്കുന്ന ബാക്ക് ഡ്രോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു കാഴ്ചയെ നിർമ്മിക്കുന്നുണ്ട്. ആ കാഴ്ച ഒന്നുകിൽ നന്നായിരിക്കും അല്ലെങ്കിൽ മോശമായിരിക്കും. നോബഡി വോണ്ട്സ് ടു സീ എ ബാഡ് വിഷ്വൽ. ഒരു മോശപ്പെട്ട ദൃശ്യം കാണാനായിട്ട് ആരും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ പൊതുസമൂഹത്തിലെ ഇപ്പം 1980-കളിലെ ഒരു സിനിമയുടെ സ്വഭാവത്തിലല്ലല്ലോ 2025 ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നത്. കാഴ്ചയിൽ ഒക്കെ മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സൗന്ദര്യബോധത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും, നമ്മുടെ കാഴ്ചാബോധത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ ഈ പറയുന്നത് ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ശരിയാണ്, ഒറ്റ ടേക്കാണ്, ഒറ്റ ഷോട്ടാണ്, ഒരു സിംഗിൾ ക്യാമറയാണ്, ഒരു ജിബ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുന്ന സമയത്ത് മുഴുവൻ അതിനനുസരിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ക്യാമറ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അറ്റ് ദി സെയിം ടൈം അയാളൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വലിയൊരു മ്യൂസിക് ഉണ്ടാകുന്നു, അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇത്രയും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു 12 മിനിറ്റ് 12 മിനിറ്റേ ഉള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ. 12 മിനിറ്റ് ഷോയാണത്. ആ ഷോ ആവശ്യപ്പെടുന്ന ഒരു ക്യാമറ മൂവ്മെൻ്റ് ആണത്. കാരണം വെച്ചാൽ ആ ഷോ ഡെലിവർ ചെയ്യുന്നത് ഒരു സ്പീഡിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അതിനെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാച്ചിയായ ഒരു രീതിയിലാണ് ആ ഷോ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതലായിട്ട് കാഴ്ചശീലത്തെ നവീകരിക്കണം. അത് ഏറ്റവും പ്രോഗ്രസീവായി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഒരു നല്ല മനോഹരമായ ബാക്ക് ഡ്രോപ്പിൽ അതിമനോഹരമായ ഒരു ലൈറ്റിംഗിൽ ഇരിക്കുകയും പൊട്ടത്തരം പറയുകയും ചെയ്തിട്ട് കാര്യമില്ല. കണ്ടന്റ് ഈസ് ഓൾസോ വളരെ പ്രധാനപ്പെട്ട, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ രീതി കണ്ടാൽ മതി അതിനെ. ഇങ്ങനെ സിനിമയുടെ സ്വാധീനം പോലെ തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിരീക്ഷിച്ചിട്ടുള്ളൂ. അല്ല, അങ്ങനെ സിനിമയുടെ സ്വാധീനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം വെച്ചാൽ ഒരു മീഡിയ മറ്റൊരു മീഡിയയെ സ്വാധീനിക്കുകയല്ല, അത് കോൺട്രിബ്യൂട്ടറി ആണ്. അങ്ങനെ അത് കാണാവുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം സിനിമയുടെ ഒരു ഇഫക്റ്റ് എടുത്ത് വാർത്താ ചാനലിൽ ഉപയോഗിച്ചു എങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം നിങ്ങൾക്കൊരു നല്ല കാര്യത്തെ അനുകരിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. അതേസമയം വാർത്താ ചാനലുകൾ സിനിമകളെ എത്രത്തോളം സ്വാധീനിച്ചു അല്ലേ? അതെ. അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഈ വിഷ്വൽ മീഡിയ വന്നതിന് ശേഷം പ്രിന്റ് മീഡിയയിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായില്ലേ? നിങ്ങളിപ്പോൾ പത്രം എടുത്തൊന്ന് നോക്കിയാൽ, ഫ്രണ്ട് പേജ് നോക്കിയാൽ എത്ര വിഷ്വലി റിച്ച് ആയിട്ടുള്ള രീതിയിലാണ്. അതൊരു പ്രിന്റ് മീഡിയ ആണ്. പക്ഷേ എന്നിട്ട് പോലും അതിനെ വിഷ്വലി എംബലിഷ് ചെയ്യുക, മനോഹരമാക്കുക, അതിനകത്ത് ചില ഗ്രാഫുകൾ വരിക, അതിനകത്ത് ചില കാരിക്കേച്ചേഴ്സ് വരിക. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇവന്റിനെ നല്ല മനോഹരമായിട്ട് അവർ വരച്ചുണ്ടാക്കില്ല ഇതിനകത്ത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതിനൊരു വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ. എൻ്റെ ലേഔട്ടിലൊക്കെ ഇത് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിനിമയെ പോലെ ഞാൻ ഈ പറഞ്ഞ കോൺട്രിബ്യൂട്ടർ സമ്മതിച്ചു. സിനിമയിൽ നായകൻ വില്ലൻ എന്ന ബൈനറി പോലെ തന്നെ രാഷ്ട്രീയത്തിൽ നായകൻ വില്ലൻ എന്നൊരു ബൈനറി സൃഷ്ടിക്കുന്നില്ലേ എന്നൊരു തോന്നൽ. ഉദാഹരണത്തിന്
പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു മാധ്യമമല്ല എല്ലാ മാധ്യമങ്ങളും വില്ലനായിട്ട് ചിത്രീകരിക്കുന്നു. ഏറ്റവും അവസാനം ഒരാളൊരു സെൽഫി എടുക്കുന്ന ഒരു കാണിച്ച അല്ലെങ്കിൽ ആ ദൃശ്യത്തെ പോലും ഓഡിറ്റ് ചെയ്യുന്നത് ഇയാൾ ഒരു പരുക്കനാണ്, മോശമാണ്. യഥാർത്ഥത്തിൽ അത് വെച്ചിട്ടല്ല ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ നാട്ടിലെ പദ്ധതികൾ, അതിൻ്റെ ആസൂത്രണങ്ങൾ, നടപ്പിലാക്കലുകൾ അതൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും നിസ്സാരമായ ഒരാൾ സെൽഫി എടുക്കാൻ അനുവദിക്കുകയും മറ്റൊരാൾ സെൽഫി എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഈ നമ്മൾ വളരെ സൂക്ഷ്മമായൊരു രാഷ്ട്രീയ ജീവിതമാണ് നമ്മളത്. നമ്മൾ കൂടുതൽ സൂക്ഷ്മതകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടിയാണത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെ പോയിരുന്നാലും നിങ്ങൾ ഒട്ടനവധി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണല്ലോ. ഒരാൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു CCTV ഉണ്ടല്ലോ. ആ രീതിയിലൊക്കെ യു ആർ ഓൾവേസ് വാച്ച്ഡ്, നിങ്ങൾ ഒബ്സർവ്ഡ് ആണ്. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പഴയ വികലാംഗൻ എന്നൊരു വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലേ? അങ്ങനെയുള്ളൊരു കറുത്ത എന്ന് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. ആ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് പോലും സൂക്ഷ്മതയുള്ളൊരു ലോകത്താണ് എല്ലായിടത്തും ഉണ്ട്. അപ്പം അക്കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നതുപോലെ ഒരു ഭരണാധികാരിയാകുമ്പോൾ കൂടുതൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വില്ലനായിട്ടാണോ ഒരാളെ ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ നായകനായിട്ടാണോ എന്നൊക്കെയുള്ളത് അതിൻ്റെ പെർസ്പെക്റ്റീവായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം ഞാൻ ഇനി എത്ര ഇരുന്ന് പിണറായി വിജയനെ വിമർശിച്ചാലും അല്ലെങ്കിൽ ഞാൻ ഇനി എത്ര ഇരുന്ന് VD സതീശനെ വിമർശിച്ചാലും നോക്കൂ, എനിക്ക് ഒരിക്കലും ഒരു പൊതുബോധത്തെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് ഇമ്പാക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു സാമാന്യ ബുദ്ധിയും അവരുടേതായിട്ടുള്ളൊരു നോട്ടവും അവരുടേതായിട്ടുള്ളൊരു വിലയിരുത്തലുമുണ്ട്. പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് നിന്ന് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങൾ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ ഈ പ്രോസസ്സിങ്ങിനെയും പിന്നീട് എത്തിച്ചേരുന്ന കൺക്ലൂഷനെയൊക്കെ ബാധിക്കാം. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ഒരു സംശയവും വേണ്ട. അപ്പം താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണത്. ഒരു എന്താ പറയുക, കുറഞ്ഞത് 2000 മുതൽ ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 10-15 വർഷം CPM വിഭാഗീയത ഉണ്ടാകുന്ന സമയത്ത് VS അച്യുതാനന്ദൻ നായകനും പിന്നെ പിണറായി വിജയൻ വില്ലനുമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ പറയുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് മാധ്യമങ്ങളോടൊരു എതിർപ്പുണ്ട്. മാധ്യമങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നത്. പക്ഷെ നിങ്ങളുടെ ആ കാര്യം ആലോചിച്ച് നോക്കിയാൽ 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി വേറെ ആരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്? നിങ്ങൾ മാധ്യമങ്ങൾ പിന്നെ പൂർണ്ണമായും പിണറായി വിജയനെ വില്ലനായി ചിത്രീകരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ കേരളം 10 വർഷം പിണറായി വിജയന് ഭരിക്കാനായിട്ട് അവസരം കൊടുത്തു എന്നുള്ളതുണ്ട്. അപ്പോൾ മാധ്യമങ്ങളാണോ വിജയിച്ചത്, പിണറായി വിജയനാണോ വിജയിച്ചത്, അതോ പൊതുസമൂഹമാണോ വിജയിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് വിജയവും പരാജയവും ഒന്നും നമ്മൾ എടുക്കണ്ട. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവരുടെ റോള് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ റോളുകൾ പരമാവധി കുറ്റമറ്റതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പം പേഴ്സണലി ആളുകളുടെ മൂഡെന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നില്ല. കൂടെയും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞാൽ ഔചിത്യമല്ല. അതൊക്കെ നിങ്ങൾ ഇത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരമുള്ള ഇതാക്കാൻ വേണ്ടിയിട്ട് ആ കണ്ടന്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സാധനം മുഖ്യധാരാ മാധ്യമങ്ങളുടെ കണ്ടന്റായി മാറുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പം ഞാൻ പറയുന്നത് നോക്കൂ, ഇപ്പം പിണറായി വിജയൻ സെൽഫി എടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു പത്രമോ പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അതിനൊന്നും സംശയം വേണ്ട. മാധ്യമങ്ങൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുക. പലപ്പോഴും ഇന്നിപ്പോൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെയൊക്കെ രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് കൂട്ടരും പാലിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. ഇപ്പം ജോവിഷ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഏത് സമയത്താണ് ഒരു മനുഷ്യനോട് സെൽഫി എടുക്കാൻ ആവശ്യപ്പെടുന്നത് എന്നൊക്കെയുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരും, ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, എല്ലാ മനുഷ്യരും എല്ലാ സമയത്തും സന്തോഷത്തോടെ ഒന്നും ഇരിക്കുന്നില്ല. നമ്മുടെയൊക്കെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഓരോരുത്തർ ഓരോ മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്, അല്ലേ? ഇപ്പോൾ മോഹൻലാലിനെ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫഹദ് ഫാസിനെ കാണുമ്പോൾ ആളുകൾക്കൊരു വലിയ കൗതുകം ഉണ്ടാകുന്നുണ്ട്. ആ കൗതുകമാണ് അവരെ നിലനിർത്തുന്നതും. സത്യത്തിൽ ആ കൗതുകത്തോട് കടപ്പെട്ടവരായിരിക്കണം അവരെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയുമുണ്ട്, പറ്റണമെന്നില്ല. പക്ഷെ എന്നാൽ അവരും മനുഷ്യരാണ് എന്നൊരു പ്രശ്നവുമുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്.
അപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ ക്രോസ് ചെയ്തു പോകും. അത് വലിയ രീതിയിൽ പബ്ലിക് ഓഡിറ്റിംഗ് നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് ഇതിനകത്തൊക്കെ ഒരു അന്തിമ അഭിപ്രായം പറയാൻ വലിയ പ്രയാസമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്ത് പിണറായി വിജയൻ അവിടെ നിന്നിട്ട് ആ കുട്ടിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കണമെന്ന് പറയണോ, അതോ ആ കുട്ടിയാണ് പിന്നെ ആ സമയത്ത് മുഖ്യമന്ത്രി അല്ലേ, അയാൾക്ക് തിരക്കല്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തുകൂടായിരുന്നു, അത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവർ പാലിക്കണമായിരുന്നു എന്നൊക്കെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ പൊതുവിൽ എടുക്കുമ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങളിരിക്കുമ്പോൾ, നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളുടെ ബിഹേവിങ്ങിനെ നന്നായി കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനകത്തൊരു ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ ഉണ്ട്. അത് പലതരം, അതായത് ഒരാൾ വളർന്നു വരുന്നതിൻ്റെ സാഹചര്യം, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ എങ്ങനെയാണ് അർത്ഥം രൂപീകരിക്കപ്പെടുന്നത്. എൻ്റെ അടുത്ത കാര്യം, നമുക്ക് മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും റിപ്പോർട്ടിംഗ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഭിമുഖങ്ങൾ എന്നുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ ഒരുപാട് അഭിമുഖങ്ങൾ, സ്റ്റീഫൻ ഹോക്കിംഗ് മുതൽ നരേന്ദ്രമോദി വരെയുള്ള രാഷ്ട്രീയത്തിൽ നിന്നും സയൻസിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായ, ഇന്നിപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ ഫെസ്റ്റും മറ്റെല്ലാം നോക്കിയാൽ അഭിമുഖമാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാ. അതെ. ഈ അഭിമുഖങ്ങളിൽ ഏറ്റവും വേറിട്ടത് എന്ന് തോന്നുന്നത്, എപ്പോഴും കൊണ്ടു നടക്കുന്ന, മനസ്സിൽ ആഹ്ലാദമായി കൊണ്ടു നടക്കുന്ന ഒരു അഭിമുഖം, അങ്ങനെ എന്തെങ്കിലും? എല്ലാ അഭിമുഖങ്ങളും ഇഷ്ടം തന്നെയാണ് എനിക്ക്. അതിനകത്ത് ഇന്നൊരു അഭിമുഖം നന്നായിരുന്നു, ഇന്നൊരു അഭിമുഖം മോശമായിരുന്നു എന്നൊന്നും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട അഭിമുഖം അങ്ങനെയൊന്നുമില്ല എനിക്ക്. പക്ഷെ ഒരു അഭിമുഖം എടുക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായൊരു സംഭവം എനിക്ക് ഭയങ്കര കൗതുകരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ്. അത് പ്രസിഡന്റ് KR നാരായണൻ്റെ അഭിമുഖം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത്, എൻ്റെ തുടക്കകാലമാണ് ഡൽഹിയിൽ, ഞാൻ ഡൽഹിയിൽ എത്തിയിട്ടേക്കേ ഉള്ളൂ. അന്ന് KR നാരായണനാണ് രാഷ്ട്രപതി. KR നാരായണൻ നമുക്കൊക്കെ അറിയുന്ന പോലെ മലയാളിയാണ്. അന്ന് കേരളത്തിലെ ആകെപ്പാടെ ഉള്ളൊരു ചാനൽ ഏഷ്യാനെറ്റുമാണ്. KR നാരായണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ ബോസ് VK മാധവൻകുട്ടി. അപ്പം പിന്നെ മാധവൻകുട്ടിയും KR നാരായണനായിട്ട് ഭയങ്കര ആത്മബന്ധമായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ്റെ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് മാധവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമത്തെ വീടാണ്. അപ്പോൾ മാധവൻകുട്ടിയുടെ പിന്നെ ഒരു കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും, ഒരു ചെറിയ ആളെന്നുള്ള നിലയ്ക്കും, അപ്പോൾ ഞാൻ വളരെ പ്രായം കുറവാണല്ലോ ആ സമയത്ത് ഉള്ള ഒരാളെന്ന്, ജൂനിയർ എന്നുള്ള നിലയ്ക്കും മാധവൻകുട്ടി പലപ്പോഴും എന്നെയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ രാഷ്ട്രപതിയെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ നാരായണനുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വാത്സല്യം KR നാരായണൻ എന്നോടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കേരളത്തിൽ നിന്ന് വരുന്ന, മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു പുതിയ റിപ്പോർട്ടർ എന്നൊക്കെയുള്ള നിലയ്ക്ക്. പ്രസിഡന്റ് എന്നൊക്കെ വിട്ടുകളാണ്, കാരണം ആത്യന്തികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പം പിന്നെ ഡൽഹി അന്യനാടുമാണ്. ഈ പറഞ്ഞ കണക്ക് അന്ന് ആളുകൾ തീവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ 97 എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. നമുക്ക് അങ്ങനെ ബഡ്ജറ്റ് എയർലൈൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. 3 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാലമാണ്. അപ്പം അത്രയും അടുപ്പം അപ്പം മലയാളികൾക്കിടയിലൊക്കെ ഉണ്ടാവും. ഇപ്പം നാരായണൻ ഒരു മലയാളിയാണ്, ഞാനും ഒരു മലയാളിയാണ്. ഞാനൊരു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് ഏഷ്യാനെറ്റ്, കാരണം ഒറ്റ വിഷ്വൽ മീഡിയ ഉള്ളൂ. അപ്പം ഞാനും മാധവൻകുട്ടിയും കൂടി പലതവണ നാരായണനെ കാണാനൊക്കെ പോയിട്ടുണ്ട്. ആ രീതിയിൽ എനിക്കൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു നാഷണൽ പ്രോഗ്രാം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പേര് ഇന്ത്യ ഗേറ്റ് എന്നായിരുന്നു. അതൊരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഗേറ്റ്. അപ്പം ഇന്ത്യ ഗേറ്റ് ആരംഭിക്കുമ്പം അതിൻ്റെ പ്രൊഡക്ഷൻ ചുമതല എനിക്കായിരുന്നു. അപ്പം സാന്ദർഭികമായിട്ട് ഒരു കാര്യം സംഭവിച്ചു. അത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആകെ മലയാളിയായിട്ടുള്ള പ്രസിഡന്റാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്റ്റാമ്പ് കേന്ദ്ര സർക്കാർ ഇറക്കി. ആ സ്റ്റാമ്പിൻ്റെ പ്രകാശനം രാഷ്ട്രപതി KR നാരായണനാണ് നടത്തിയത്. അത് രാഷ്ട്രപതി ഭവനിലെ അശോക ഹാളിൽ വെച്ചായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ചേറ്റൂർ ശങ്കരൻ നായർ മലയാളിയാണല്ലോ, പാലക്കാടുകാരനാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പം അത് രാവിലെ 11 മണിക്കാണ് ആ പരിപാടി. അപ്പം ഇൻവിറ്റേഷൻ വന്നു. അപ്പോൾ അന്ന് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ക്യാമറമാനും കൂടി രാഷ്ട്രപതി ഭവനിലെത്തി. ഞാൻ വളരെ സാധാരണമായിട്ടുള്ളൊരു പാൻറ്റും ഷർട്ടും ഇട്ടിരിക്കുന്നത്, ഒരു ജീൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ 2-3 പോക്കറ്റ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ 2 പോക്കറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ഷർട്ടും ഒക്കെയാണ്. പൊതുവിൽ ഒരു പിന്നെ രാഷ്ട്രപതി ഭവനിലെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മാന്യമായ ഡ്രസ്സിങ് അല്ല എൻ്റെത്. പക്ഷേ ഒരു റിപ്പോർട്ടറാണ്, അതിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. അപ്പം ഞാനും എൻ്റെ ക്യാമറമാനും കൂടി അങ്ങനെ രാഷ്ട്രപതി ഭവനിലെത്തി. പക്ഷേ രാഷ്ട്രപതി ഭവനിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സന്ദർശകൻ കൂടി ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഞാൻ അകത്തങ്ങ് പോയി. അപ്പോൾ ഇതിനൊരു ഇൻവിറ്റേഷൻ ഉണ്ട് കേട്ടോ. ഈ രാഷ്ട്രപതി ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എൻ ഇൻവിറ്റേഷൻ. അങ്ങനെ വെറുതെ കയറി പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇൻവിറ്റേഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ അശോക ഹാളിൽ എത്തുന്നു. അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞാനൊരു സെക്യൂരിറ്റി ഓഫീസർ മാത്രം അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആളുകൾക്ക് ഇരിക്കാവുന്ന കുറേ ചെയേഴ്സ് ഉണ്ട്. ബാക്കിലാണ് ഈ പ്രസ് ഗാലറി. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ എൻ്റെ ക്യാമറമാൻ അവിടെ പോയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ
അവിടെ പോയിട്ട് ആ കസേരയിൽ ഈ ഇൻവൈറ്റീസിനുള്ള കസേരയിലിരുന്നു. എനിക്ക് അതിനുള്ള എല്ലാ അർഹതയുണ്ടല്ലോ, കാരണം വെച്ചാൽ ഞാനൊരു ഇൻവൈറ്റഡ് ഗസ്റ്റാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഓഫീസർ എന്നെ എൻ്റെ ഒരു പെരുമാറ്റത്തിലൊന്നും അത്ര ഇഷ്ടം തോന്നാഞ്ഞിട്ട് മൂപ്പർ എന്നോട് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ മൂപ്പർക്ക് ഞാൻ റിപ്പോർട്ടറാണെന്ന് മനസ്സിലായി. മൂപ്പർ എന്നോട് ചോദിച്ചു, ഡു യു ഹാവ് എൻ ഇൻവിറ്റേഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അഷോമി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഞാനിത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓഫീസിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, നിങ്ങൾ റിപ്പോർട്ടല്ല, അപ്പോൾ നിങ്ങൾ അവിടെ പോയി നിന്നാൽ മതി, ഇവിടെ ഇരിക്കാൻ കഴിയില്ല, അതർവൈസ് യു ഷുഡ് ഷോ മീ ദ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ബാക്കിൽ പോയി നിന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നമ്മുടെ KR നാരായണൻ്റെ അസിസ്റ്റൻറ്റ് പ്രസ് സെക്രട്ടറി ഒരു മലയാളിയാണ്, സതീഷ് നമ്പൂതിരിപ്പാട്. സതീഷ് അവിടെ ഹോളിലേക്ക് വന്നു. അവിടുത്തെ ചടങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹോളിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സതീഷ് കെയിം ടു മീ. എന്നിട്ട് ഞാൻ സതീഷും കൂടി സ്വാഭാവികമില്ല, ഞങ്ങൾക്കിടയിൽ നല്ല പരിചയമാണ്. അപ്പോൾ ഹീസ് ഓൾസോ എ മലയാളി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്ന് കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് സതീഷ് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ പോയി ഇരിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സതീഷിനോട് പറഞ്ഞു ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രസിഡന്റിനോടൊരു കാര്യം സംസാരിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തരണം, എനിക്ക് ഐ വോണ്ട് ടു ടോക്ക്, മൂപ്പറുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ വേണം എനിക്ക് എന്ന് പറഞ്ഞു. അതൊരു കാര്യം ചെയ്യും, ഉണ്ണി തന്നെ സംസാരിച്ചാൽ മതി, അത് ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈ ടീ ഉണ്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഒരു ഐ വിൽ അറേഞ്ച് സം ടൈം, അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് വന്നിട്ട് പ്രസിഡന്റിനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ സതീഷ് അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പിന്നെ പ്രസിഡന്റ് നിൽക്കുമ്പോൾ പ്രസിഡന്റ് പുറയിൽ നിൽക്കുന്ന ഓഫീസറുണ്ട്, ഹി വാസ് ഓൾസോ എ മലയാളി. ഒരു ഇതിൻ്റെ പേര് ഇടുക്കിക്കാരനായിരുന്നു, മലയാളിയാണ്. ഞങ്ങളുടെ ഇടയിൽ നല്ല പരിചയം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മൂപ്പര് ഈ സെറിമണി നന്നായിട്ട് നടക്കുന്ന അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിൽപ്പുണ്ട്. അയാൾ വേണ്ടിയെടുക്കാൻ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ അയാളോടും പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാരായണനുമായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കും, നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തന്നേക്കണേ. അപ്പം ഉറപ്പായിട്ടും യു കം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പരും പോയി. അത് കഴിഞ്ഞ് ചടങ്ങ് തുടങ്ങി. ചടങ്ങ് വളരെ പെട്ടെന്ന് അവസാനിച്ചു. സ്റ്റാമ്പിൻ്റെ പ്രകാശനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രസിഡന്റ് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ ഈ പ്രസിഡന്റിനെ കാണണം എന്നുള്ളത്. അപ്പം ഞാൻ പ്രസിഡന്റ് അടുക്കിലേക്ക് ഇങ്ങനെ അടുക്കുന്നു. പ്രസിഡന്റ് ഇങ്ങനെ എൻ്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ അടുക്കിലേക്കല്ല, പ്രസിഡന്റ് വരുന്ന വഴിയിലേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രസിഡന്റിൻ്റെ കൺവെട്ടത്ത് ഞാൻ എത്തിയ സമയത്ത് പ്രസിഡന്റ് ഉണ്ണി ഹൗ ആർ യു, പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പരിൻ്റെ അടുത്ത് വന്ന് വളരെ വാത്സല്യത്തോടുകൂടി സംസാരിച്ചു. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ചെറിയ ഇൻ്റർവ്യൂ വേണം, അപ്പോൾ അത് എപ്പോഴാണ് സൗകര്യം എന്ന് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു യു കം ബൈ 2:15, ഇന്ന് ഉച്ചയ്ക്ക് 2:15 മണിക്ക് വി ക്യാൻ ടോക്ക്. അപ്പോൾ മൂപ്പര് വിചാരിച്ച് ഈ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്നാണ് മൂപ്പര് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന പരിപാടിയിൽ മൂപ്പറുടെ ഒരു അഭിപ്രായം എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് ആ പരിപാടി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ആ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഏഷ്യാനെറ്റിന് മാത്രം ഇന്ത്യയിൽ ക്ലെയിം ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പ്രോഗ്രാം, ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൻ്റെ ഒരു പ്രോഗ്രാം പ്രസിഡന്റിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇന്ത്യ ഗേറ്റ് എന്നുള്ള പരിപാടിയാണ്. എനിവേ 2:15 കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പം ശരി എന്നാൽ പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹൈറ്റിക്കൊന്നും നിന്നില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ക്യാമറമാനുമായിട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആളിൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് മാപ്പ് പറയാം. അത് ഈ സെക്യൂരിറ്റി ഓഫീസറാണ്. എന്നെ ആദ്യം എഴുന്നേപ്പിച്ചു വിട്ട സെക്യൂരിറ്റി ഓഫീസർ ആകെ അപകടത്തിലായി. കാരണം വെച്ചാൽ അയാൾ നോക്കുമ്പോഴത്തേക്കും ഈ പ്രസിഡന്റിൻ്റെ പ്രസ് സെക്രട്ടറി വന്ന് കാണുന്നയാൾ, പ്രസിഡന്റ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വന്ന് കാണുന്നയാൾ, പ്രസിഡന്റ് ഹിംസെൽഫ് സംസാരിക്കുന്ന ഒരാളെയാണ് 1/2 മണിക്കൂർ മുമ്പ് അയാൾ ഒരു ഇൻവിറ്റേഷൻ്റെ പേരിൽ എഴുന്നേപ്പിച്ചു വിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അയാൾക്ക് ഭയങ്കര വിഷമമാവുകയും അയാളെന്നോട്, ഹിന്ദിക്കാരനാണ് അയാൾ, എന്നോട് ഇത് ഒരിക്കലും എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഞാൻ ഇതെവിടെയെങ്കിലും ടേക്കപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൂടെ ഉണ്ടല്ലോ. അപ്പം ഞാനത് സ്വാഭാവികമായിട്ടും, പക്ഷേ അതൊക്കെ എനിക്കൊരു എന്താ പറയുക എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നീട് ഞാൻ പ്രസിഡന്റ് നാരായണൻ അന്ന് ഉച്ചയ്ക്ക് 2:15 മണിക്ക് കാണുകയും ഒരു 15 മിനിറ്റോളം അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. മാധ്യമപ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് കഥകളിലേക്ക് പിന്നെ കഥകളാണ് സംസാരിക്കേണ്ടത്, ഇവിടെ ഒരു മാധ്യമപ്രവർത്തനം അല്ല. നമ്മൾ താങ്കളുടെ കഥകളിലേക്ക് വന്നാൽ കൗതുകരമാണ് അതിൻ്റെ തലക്കെട്ട്. TV തോമസ് ഒരു നല്ല അമ്പയർ അല്ല, കുട്ടികളുടെ ചില കുടുംബ പ്രശ്നങ്ങൾ, അനുജന്മാവ്, ഇങ്ങനെ വ്യത്യസ്തമായ കഥകളാണ് താങ്കളുടെ ഓരോ കഥകളും. ജലഗതാഗതം, ജാനകി പരിണയം, ദൈവം നിങ്ങളുടെ കൂടെ. ഞാൻ ഈ കഥകൾ വായിച്ച് നോക്കിയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ചില കൗതുകങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഞാൻ ചിലത് വായിക്കാം. ചില മുട്ടത്തുവർക്ക് ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ്. ഈ കഥയുടെ വെളിച്ചത്തിൽ കേരള കോൺഗ്രസോ നക്സലേറ്റ് പ്രസ്ഥാനമോ അവരുടെ രാഷ്ട്രീയ നയപരിപാടികൾ പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഊർജ്ജസ്വലമായി അവർക്ക് ഇനിയും മുന്നേറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനിടയിൽ ഒരു വാക്യം കൂടിയുണ്ട്. ഒരു കഥ അവസാനിക്കുന്നത് അങ്ങനെ. കൗതുകങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്.
കുട്ടികളുടെ ചില കുടുംബ പ്രശ്നങ്ങൾ എന്നുള്ളതിനകത്ത് ഒരു രാത്രിയിൽ അമൃതയുടെ കളിപ്പാട്ടങ്ങൾ അവളെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി. ഒരു പട്ടാളക്കാരൻ, ഒരു പരിചാരിക, ഒരു പട്ടിക്കുട്ടി, പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇങ്ങനെ പറഞ്ഞു പോകുന്ന, അതായത് ഓരോ കഥകളും ഇങ്ങനെ മലയാളം കാണാത്ത ചില കൗതുകങ്ങൾ, പ്രമേയങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നു. എന്നിട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്ര ആകാംക്ഷ ജനിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ, മാധ്യമപ്രവർത്തനത്തിലും ആ തരത്തിലുള്ള ആകാംക്ഷയാണ് ഈ സ്ട്രൈക്കിംഗ്, ഈ പറഞ്ഞ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഉള്ളത്. ഇങ്ങനെ കഥ ആലോചിക്കുമ്പോൾ അതിൻ്റെ രൂപം ഇങ്ങനെയായിരിക്കണം, നേരത്തെയുള്ള രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്നതൊക്കെ ആയിരിക്കില്ല ഒരു ആദ്യമുണ്ടാകുന്ന ഒരു ടെൻഷൻ? കഥ എഴുത്ത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ വലിയ ടെൻഷനുള്ളൊരു പരിപാടിയാണ്. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മികച്ച കഥാകൃത്തുക്കളെ ഒന്ന് പരിശോധിച്ച് നോക്കി. അവരെല്ലാവരും തന്നെ അവരുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു പ്രവർത്തന മേഖലയായി എഴുത്തിനെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാത്തവർക്ക് എഴുത്തുകാരാകാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ ഒരു പണിയെടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ പൂർണ്ണമായും ഇൻവോൾവായിട്ട് നിന്നിട്ട് അത് ചെയ്യേണ്ടതുണ്ട്. എഴുത്തിൻ്റെ മേഖലയിൽ ഒരു പണിയും എടുക്കാത്ത ഒരാളാണ് ഞാൻ. അത് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം അങ്ങനെ നിസ്സാരമായി ചെയ്തു കളയാവുന്നൊരു കാര്യമൊന്നുമല്ല എഴുത്തെന്ന് പറയുന്നത്. എഴുത്ത് വളരെ ഗൗരവമേറിയ വലിയ കമ്മിറ്റ്മെൻറ്റ് വേണ്ട ഒരു പ്രവർത്തന മേഖലയാണ്. അതൊരു പ്രവർത്തന മേഖലയാണ്. അത് അങ്ങനെ തന്നെ കാണണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു 24 മണിക്കൂറും മാധ്യമപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്തണമെങ്കിലും ഇതേ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. നിങ്ങൾക്കൊരു ദിവസം രാവിലെ ഫ്രീ ആയിട്ട് ഓഫീസിലേക്ക് വന്നിട്ട് ഇന്ന് അപ്പോൾ ആരംഭിക്കാവുന്നൊരു ജോലിയല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ ഓഫീസിൽ എത്തുന്നത് ഒരു പ്രത്യേക സമയത്താണ് എങ്കിൽ പോലും നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 24 hours പണിയെടുക്കേണ്ട ഒരു മേഖലയാണ് മാധ്യമപ്രവർത്തനം. എഴുത്തും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചോയ്സ് ഏതാണ് എന്നൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണ് എന്നൊരു പ്രശ്നമുണ്ട്. എൻ്റെത് ഈ മാധ്യമപ്രവർത്തനം ഒരു ഉപജീവന മാർഗവും കൂടിയാണ്. അപ്പോൾ അതാണ് പ്രൈമറി ആയിട്ടുള്ള എൻ്റെ. ഞാൻ ചോദിച്ചത് അതായത് കളിപ്പാട്ടങ്ങൾ പെട്ടെന്ന് ജീവൻ വെക്കുന്ന, അങ്ങനെ ഓരോ നിമിഷത്തെയും ആകാംക്ഷ ഉണ്ടാക്കുന്ന ലൈനാണ് അതെങ്ങനെ. അത് തന്നെയാണ് മാധ്യമ പ്രവർത്തനത്തിലും താങ്കളുടെ പ്രവർത്തനം എന്നുള്ള രണ്ടും ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ വ്യവഹരിക്കുന്ന വിവിധ മേഖലകളുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ തന്നെയാണ് പ്രതിഫലിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു എഴുത്തുകാരനാകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ 100% നിങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ടത് എഴുത്തിൻ്റെ മേഖലയിലായിരിക്കണം. എനിക്കങ്ങനെ കഴിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ വലിയ പോരായ്മയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എഴുതുക എന്നുള്ളത്. വല്ലപ്പോഴുമെങ്കിലും എഴുതിയില്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഒരു കഥയൊക്കെ എഴുതി തീരുമ്പോഴുണ്ടല്ലോ, ആ കഥ എത്ര മോശമായിക്കൊള്ളട്ടെ, അത് വായിക്കുമ്പോൾ നമുക്കും ആ സന്തോഷം കിട്ടുന്നുണ്ട്. ഞാനൊരു കഥയുടെ ഒരു ഭാഗം വായിക്കാം. ഉടുപ്പുകൾ എന്നാണ് ആ കഥയുടെ പേര്. വളരെ പെട്ടെന്ന് 2 പേർ വന്ന് എന്നോട് മുക്കുവനാകാൻ ആവശ്യപ്പെട്ടു. അവർ 2 പേരുണ്ടായിരുന്നു. അത് കടൽ തീരത്തെ ചെറിയൊരു മദ്യശാലയായിരുന്നു. ചെറുതെങ്കിലും അതൊരു മദ്യശാലയായിരുന്നു. അവരെനിക്ക് മുക്കുവൻ്റെ വസ്ത്രങ്ങൾ നൽകാമെന്നും പറഞ്ഞു. അത് നന്നായി. വസ്ത്രമൊന്ന് മാറുന്നതിനെക്കുറിച്ച് ഞാനപ്പോൾ ചിന്തിച്ചിരുന്നു. എന്നിട്ട് ആ വസ്ത്രം മാറുകയും പിന്നീട് വസ്ത്രത്തിനെക്കുറിച്ച്, അതായത് വസ്ത്രങ്ങൾ നിങ്ങളെ വാചാലനായ വിലപേശുന്ന ഒരാളാക്കി ചന്തയിൽ മാറ്റുന്നു. തിയേറ്ററിലിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളെ നിശബ്ദനായ ഒരു കാണിയാക്കുന്നു. രാത്രിയിൽ അണിയുന്ന വസ്ത്രങ്ങൾ നിങ്ങളെ ഒരു സ്വപ്നാടകനാക്കുന്നു. ചില വസ്ത്രങ്ങൾ നിങ്ങളെ ഉന്മാദിയാക്കുന്നു, ചില വസ്ത്രങ്ങൾ നിങ്ങളെ വിഷാദിയാക്കുന്നു. മുക്കുവൻ്റെ വസ്ത്രങ്ങൾ എങ്ങനെയിരിക്കും? ഏതായാലും അപ്പോൾ വസ്ത്രം ഒന്ന് മാറുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഇങ്ങനെ ഓരോ നിമിഷത്തിലും നിങ്ങൾ അണിയുന്ന വസ്ത്രമാണ് നിങ്ങളൊരു കോട്ടെടുത്തും ഇടുമ്പോൾ ജഡ്ജായിത്തീരുന്നു. ഇങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള, അതായത് നമ്മളുടെ അങ്ങനെ ഓരോ കഥയെയും ഈ കഥക്കകത്ത് നിന്ന് എനിക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ആലോചന ഒക്കെയാണ് നിങ്ങൾ കഥകളിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്ന ഒരാൾക്ക് ഇതിനൊന്നും ഒരു ആവിഷ്കരണം കൊടുക്കാതെ എത്രയോ കൊന്നു കളഞ്ഞിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ രൂപപ്പെടാതെ പോയ കഥകൾ ഉണ്ടാവില്ലേ ഇങ്ങനെ? ഉറപ്പായിട്ടും ഇങ്ങനെ എഴുതാതെ. പക്ഷെ അത് ഈ ശ്രീനിവാസൻ പറഞ്ഞ മനോഹരമായൊരു ഡയലോഗുണ്ട്. ഞാൻ ചെയ്യാതിരുന്ന 500ഓളം സിനിമകളാണ് മലയാളത്തിൽ ഞാൻ ചെയ്ത സംഭാവന എന്ന് പറയുന്ന എനിക്ക് എഴുതപ്പെടാതെ പോയ കഥകൾ ഒരുപാടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ എനിക്കൊരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഞാൻ എന്ത് എഴുതാനിരുന്നാലും എങ്ങനെ അത് എഴുതാതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ആദ്യം റിസർച്ച് ചെയ്യാം. അത്രത്തോളം ഭയം എനിക്ക് എഴുത്തിനോടുണ്ട്. അതൊരു തരവൊളിച്ചോട്ടമാണെന്നൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. എങ്കിൽ കൂടിയും എഴുത്ത് ഞാൻ ചെയ്യുന്നത് പോലെ അല്ല ഒരാൾ
എഴുത്തിനെ കാണേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എഴുത്ത് വളരെ ഗൗരവമുള്ളൊരു ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് അതിനകത്തിരിക്കുക. ഇപ്പോൾ താങ്കളിപ്പോൾ വായിച്ച വരികളിൽ നിങ്ങൾ രാത്രിയിൽ അണിയുന്ന വസ്ത്രം നിങ്ങളെ ഒരു സ്വപ്നാടകനാക്കുന്നു, ചന്തയിൽ അണിയുന്ന വസ്ത്രം നിങ്ങളെ ഒരു വായാടിയായ വിലപേശുകാരനാക്കും. അതിനകത്തൊരു കഥയുണ്ടോ? ഇല്ലല്ലോ. അതിനകത്തൊരു കഥയുണ്ട് എന്നും പറയാൻ പറ്റില്ല. അതൊരു ഒബ്സർവേഷനാണ്, അതിനകത്തൊരു ഫിലോസഫിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കഥ, അതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ മനോഹരമായി കഥ വേണമല്ലോ ഒരു കഥയ്ക്കകത്ത്. ആ മനോഹരമായ കഥ ഉണ്ടാക്കുന്നതിൽ എൻ്റെ കഥകൾ അങ്ങനെ വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് വേറൊരു കഥയിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് കിട്ടും. മജീഷ്യൻ്റെ കഥയിലാണെന്ന് തോന്നുന്നു. ഒരു 2 തലക്കെട്ടിട്ടിട്ട് ആവശ്യമായിട്ടുള്ള ആഫിസൻസാരി. അതെ ആഫിസൻസാരി കഥയാക്കാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ താങ്കളുടെ നോവൽ വായിച്ചിട്ട് റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയത് ഒരു ആഭിചാര കളത്തിൻ്റെ ഇടയിൽ പെട്ടുപോയി ഞാനത് എന്ന് പറഞ്ഞിട്ട് റഫീഖ് അഹമ്മദ് അത് അവസാനിപ്പിക്കുന്ന വാക്യമൊക്കെയാണ്. അതായത് ഒരു ആഭിചാര കളത്തിനുള്ളിൽ മന്ത്രബന്ധിതനാകുന്ന അനുഭവമാണ് ഈ നോവൽ, സ്ഥലകാലം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനം എഴുതിയ ഒരു വാക്യമുണ്ട്. CV രാമൻ പിള്ളയിലൂടെ വളർന്ന് കോവിലനിലേക്കെത്തി ശിലാശൗര്യമാർജിച്ച മൊഴിയുടെ മറ്റൊരു വഴക്കം ഈ പുസ്തകം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, മറ്റ് എഴുത്തിൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബഹുമാനം തോന്നുന്ന ഒരു മൊഴി വഴക്കമാണ് താങ്കൾ ഈ പ്രവർത്തനത്തിനിടയിൽ ഉപേക്ഷിക്കുന്നത് എന്നോട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കൗതുകരമായിട്ടുള്ള ഇപ്പോൾ ഇത് ഓർപ്പിച്ചെന്നായി റഫീഖിൻ്റെ ഈ കുറിപ്പ്. ഇപ്പോൾ ജോബിഷനോട് പറഞ്ഞത്, ജോബിഷന് ഈ നോവൽ വായിച്ചപ്പോൾ MT കാണുന്നു, വിജയനെ കാണുന്നു, മാർക്കേസിനെ കാണുന്നു. റഫീഖാകട്ടെ CV രാമൻപിള്ളയെ കാണുന്നു, കോവിലിനെ കാണുന്നു. അപ്പോൾ പല ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയൊക്കെ ആയിരിക്കാം എൻ്റെത്, അല്ലെങ്കിൽ അത്തരം ഒരു തീം തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ മുന്നേ സഞ്ചരിച്ചു പോയ ആളുകളുടെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ട് തന്നെയാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നോവലിലൊരു വാക്യമുണ്ട്, അതാണ് ഞാൻ ആലോചിച്ചത്. അമ്പുകുത്തി മലയിൽ അവസാനം ചുണ്ടൻവള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ആഞ്ഞിലി മരം നോക്കി നിൽക്കുന്ന മാധവനാചാര്യയുണ്ട്. അദ്ദേഹം ആ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ആ ആഞ്ഞിലി മരത്തിൻ്റെ ഉള്ളിൽ ഒരു ചുണ്ടൻ വെള്ളം ഒളിഞ്ഞു നിൽക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ഒരു മാധ്യമ പ്രവർത്തകനായി ഇങ്ങനെ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഒരാളിൽ എഴുത്തുകാരനെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു ശില്പിയെ പോലെ പുറത്തെടുക്കുകയല്ല ചെയ്യേണ്ടത്, താങ്കളാണ് അയാളെ കൊണ്ടുവരേണ്ടത്. അപ്പൊ താങ്കളാണത് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു വലിയ ആഗ്രഹവുമാണ്. നോവലിൻ്റെ അവസാന ഭാഗത്ത് ഉള്ള ഒരു സന്ദർഭത്തിലേക്ക് വരികയാണ്. മാധവനാചാരി ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ വളരെ ഫിലോസഫിക്കലായിട്ട് ആ മരം സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് വായിക്കാം. എനിക്കറിയാമായിരുന്നു, മരം പറയുകയാണ് മരത്തിനെ വെട്ടാൻ വരുമ്പോൾ, എനിക്കറിയാമായിരുന്നു ഒരിക്കൽ നീ എന്നെ കാണാനായി വരുമെന്ന്, അന്ന് ഞാൻ ഈ ഭൂമിയിൽ പതിക്കുമെന്ന്. അല്ലെങ്കിലും നമുക്കായി നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ടല്ലോ, ഒരു തുടക്കവും ഒടുക്കവുമുണ്ടല്ലോ. ആദിമധ്യാന്തം എന്തിനായിരുന്നു ഈ ജീവിതം എന്ന തോന്നലിൽ കണ്ണുകൾ പൂട്ടുമ്പോൾ ഇരുട്ട് മാത്രം. അന്ധകാരത്തിൽ നിന്നാണ് നാം എല്ലാം പിറവിയെടുക്കുന്നത്, അന്ധകാരത്തിലേക്കാണ് മടങ്ങുന്നത്. ആരോ നമ്മുടെ കണ്ണുകൾ താഴിട്ട് പൂട്ടുകയാണ്, അതോടെ പ്രകാശം അസ്തമിക്കുന്നു. ഇരുട്ടാണ് നമ്മുടെ ഗർഭഗൃഹം, ഇരുട്ട് തന്നെയാണ് നമ്മുടെ മൃതിപേടകവും. ഇതിനിടയിൽ വെളിച്ചത്തിൽ നാം അല്പനേരം പരസ്പരം കാണുന്നു, നാം നമ്മെ തന്നെയും കാണുന്നു. ഗഹനമായത് ഒന്നേയുള്ളൂ, അത് ദുഃഖമാണ്. ആ ദുഃഖത്തെ മറികടക്കാൻ ഓരോ മരവും അതിൻ്റെ ചുവട്ടിൽ ഒരു സിദ്ധാർത്ഥനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. നിനക്കറിയാമോ, മരങ്ങൾക്ക് മനുഷ്യരെ ജ്ഞാനികളും യോഗികളുമാക്കി മാറ്റാനാകും എന്ന് പറഞ്ഞ് അതങ്ങനെ ഇളങ്കാറ്റിൽ ഒന്ന് കണ്ണടക്കൂ, ദിവ്യമായൊരു പ്രകാശത്തെ ഉള്ളിൽ തെളിക്കൂ, വരൂ, സമഭാവത്തിൽ നമുക്കൊന്ന് ആലിംഗനം ചെയ്യാം. സമഭാവനയോടുകൂടിയുള്ള ചേർന്നു നിൽപ്പും ആലിംഗനവും ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെ മലയാളികൾ ചേർത്ത് പിടിക്കുന്ന ഒരാളായിട്ട് ഉണ്ണി ബാലകൃഷ്ണനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, വായിക്കണം. ഒപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന മേൽവിലാസം കൂടി ബാക്കി വെച്ചുകൊണ്ടാവട്ടെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ അവശേഷിപ്പ് എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കൂടെ ചേർന്നതിന് വലിയ സ്നേഹം, സന്തോഷം. താങ്ക് യു ജോബിഷും ഇത്രയും വളരെ സമയമെടുത്തിട്ടാണ് എന്നോട് കാര്യങ്ങൾ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് എഴുത്തിൻ്റെ പല മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ, ഈ അഭിമുഖത്തിൽ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സംരംഭം മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഒരു ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലേ, എല്ലാം ഡിജിറ്റലായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ കൺസീവ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു
കാര്യമാണ്. അത് MDLF എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നു. അത് ഡിജിറ്റൽ മേഖലയിൽ ഇപ്പം നമുക്ക് കേരളത്തിൽ പിന്നെ പല ലിറ്റററി ഫെസ്റ്റിവലുകളുണ്ട്. ആ ലിറ്റററി ഫെസ്റ്റിവലുകളൊക്കെ പല ഫെസ്റ്റിവലുകളും റെസ്ട്രിക്റ്റഡ് ആണ്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കും വന്ന് കാണാനൊന്നും കഴിയണമെന്നില്ല. എന്നാൽ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഡിജിറ്റലിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഈ എഴുത്തുകാർക്കും വായനക്കാർക്കും ആസ്വാദകർക്കും ഒക്കെ നൽകുന്നൊരു ഭയങ്കരമായ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ മലയാളികൾക്ക് എന്താ പറയുക സംഭാവന ചെയ്ത ഇതിൻ്റെ സംഘാടകർ ഏറ്റവും മികച്ചൊരു ഒരു 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 സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു നല്ല തുടക്കമായിട്ട് തന്നെ കാണുന്നു. താങ്ക് യു വെരി മച്ച്.